وما النصر إلا من عند الله العزيز الحكيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ അസ്ർ ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ മഹത്തായ ഒരു സൂറത്താണ്. സൂറ മക്കിയ, ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ. അൽ അസ്ർ എന്ന് പറഞ്ഞാൽ കാലം എന്നാണ് അതിനർത്ഥം. അസ്ർ, കാലം. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ സമയത്തിന് അസ്ർ എന്ന് പറയും. ഒരു വസ്തുവിൻ്റെ നിഴൽ അതിനോളമായത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആണല്ലോ അസ്റിന്റെ സമയം. അങ്ങനെയാണല്ലോ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ ആഖിറുൻ നഹാർ, അതിനും എന്ത് പറയും? അസ്ർ എന്ന് പറയും. പകലിന്റെ അവസാനത്തിലുള്ള സമയം. അതിന് പല പ്രത്യേകതകളുമുണ്ട്. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കുത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ സമയം? അത് ഈ സമയമാണ്. അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയമാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം. അത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച ഒരു ദിവസം ഒരു സമയമുണ്ട്, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും, തീർച്ചയായും ഉത്തരം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളിയാഴ്ച അന്ന് പകൽ അവസാനിക്കാൻ പോകുന്ന ഈ സമയം, അതായത് അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്ന വരെയുള്ള സമയം. അതിനും ആ സമയത്തിനും അസ്ർ എന്ന് പറയും. അതുപോലെ അതിന് ഉള്ളൊരർത്ഥമാണ് കാലം. വൽ അസ്രി എന്ന് പറഞ്ഞാൽ വാവ് ചേർത്ത് തൊട്ട് ശേഷം പറയുന്ന ഇസ്മിന് ജറ് ചെയ്താൽ, അഥവാ കെസർ അവസാനം കൊടുത്താൽ അത് സത്യം ചെയ്യുകയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. ഇസ്മിന് അതിനുശേഷം ഇസ്മാണ് വരുന്നതെങ്കിൽ, അതായത് ഒരു പേരാണ് വരുന്നതെങ്കിൽ അതിന് അവസാനം കെസർ കൊടുത്ത് മുമ്പിൽ വാവെന്ന് പറഞ്ഞാൽ അത് ആണ് സത്യം എന്നാണ് അർത്ഥം. വൽ ആദിയാതി ളബ്ഹ ഫൽമുരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ എന്ന് പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സത്യം ചെയ്ത് നോക്കിയാൽ അങ്ങനെ കാണാം. അപ്പോൾ അള്ളാഹുവാണ് സത്യം നമ്മൾ എങ്ങനെ പറയാം? വല്ലാഹി എന്നല്ലേ? വല്ലാഹി എന്നാണ് പറയുന്നത്. അള്ളാഹു എന്ന് പറഞ്ഞ സത്യമാവില്ലല്ലോ, വല്ലാഹി എന്ന് തന്നെ പറഞ്ഞു. വാവും ഇസ്മിന് കെസർ കൊടുക്കണം, തൊട്ട് ശേഷമുള്ള ഇസ്മിന്. വാവ് എന്ന് പറഞ്ഞാൽ ഈ വാവ് എന്തിനുള്ള വാവാണ്? ലിൽ ഖസം. ഖസം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഖസം. ഉറുദുവിലൊക്കെ അങ്ങനെ തന്നെ സത്യം ചെയ്തതിന് എന്ത് പറയും? ഖസം എന്ന് പറയും. ഖസം, ലിൽ ഖസം. വൽ അസ്രി, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ് മനുഷ്യൻ, നഷ്ടത്തിൽ തന്നെയാണ്. ല ഇന്ന തഅക്കീദുൻ ബഅദ തഅക്കീദ്, തഅക്കീദാണ്, തഅക്കീദാണ്, ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ്, വീണ്ടും ഉറപ്പിച്ചു പറയാനാണ് ല ഉപയോഗിച്ചിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ശിർക്കിനെ നിഷേധിച്ചതാണ്. ലാ ഇലാഹ നഫിയാണത്, നിഷേധം. ഒരു ഇലാഹുമില്ല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. വഹ്ദഹു, അത് തഅക്കീദ് ചെയ്യാനാണ്. അല്ലാഹു ഏകൻ, വഹ്ദഹു അവൻ മാത്രം ആണ് ഇലാഹ്. പിന്നെ വീണ്ടും ലാ ശരീക ലഹു. അതെന്താ? ഉലമാക്കൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് തഅക്കീദും ബഅദ തഅക്കീദ്, ഉറപ്പിച്ചതിന് ശേഷം വീണ്ടും ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിക്കാനുള്ളതാണ് തൗഹീദ്. തൗഹീദ് പഠിക്കൽ, തൗഹീദ് പറയൽ ഒരിക്കൽ നിസാരമായി കാണാൻ പാടില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ പഠിച്ചു,
ഞാനത് കുറെ കേട്ടിട്ട് ഇനി എനിക്ക് കേൾക്കണമെന്ന് പറയാൻ പാടില്ല. തൗഹീദ് മറന്നുപോകും, വേഗത്തിൽ മറന്നുപോകും. നമ്മളെക്കാൾ വലിയ വലിയ ആളുകൾക്ക് മറന്നു പോയിട്ടുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോഴേക്കും കൗമ് മറന്നുപോയി. ഹാറൂൻ നബി അവരിൽ ഉണ്ടായിരിക്കെ മറന്നുപോയി. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അവിടെ തഅക്കീദ് ചെയ്തതുപോലെ ഇന്ന ല എന്നൊക്കെ തഅക്കീദ് ചെയ്ത് അല്ലാഹു പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഈ 4 ഗുണങ്ങളുള്ള ആളുകൾ ഒഴികെ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? ഇസ്തിസ്നാഇന് വേണ്ടിയാണ്, ഒഴിവാക്കി പറയാൻ വേണ്ടിയാണ് ഇല്ല ഉപയോഗിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലാണ്, എല്ലാത്തിനെയും നിഷേധിച്ചു. ഒരു ഇലാഹുമല്ല, എല്ലാത്തിനെയും പറിച്ച് ദൂരെ കളഞ്ഞു. ഇല്ലല്ലാഹ് എന്നിട്ടാണ് ഇസ്ബാത്ത് ചെയ്യുന്നത്, അള്ളാഹുവിനെ സ്ഥാപിക്കുന്നത്. അള്ളാഹുവിനെ അതിൽ നിന്ന് ലാ ഇലാഹ എന്ന് പറഞ്ഞതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇല്ലാ അല്ലദീന, അല്ലദീന ഒരു കൂട്ടർ ഒഴികെ. അവരുടെ വിശേഷണങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആമനു, അവർ വിശ്വസിച്ചവരാണ്. ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവർ ഒഴികെ. വഅമിലു സ്സാലിഹാത്ത്, വിശ്വസിക്കുക മാത്രം പോരാ, വഅമിലു അവർ പ്രവർത്തിച്ചു. അസ്സാലിഹാത്തി, സാലിഹത്തിന്റെ ജംആണ്, ബഹുവചനമാണ് സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ. വതവാസൗ, തവാസൗ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുക, ഉപദേശിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക, പരസ്പരം ഉപദേശിക്കുക. വതവാസൗ ബിൽ ഹഖി, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക, സത്യം ഉപദേശിക്കുക. വതവാസൗ ബിസ്സബ്ർ, അതുപോലെ സബ്ർ ഉപദേശിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ഉപദേശിക്കുക. സബ്ർ, ഹഖ് സത്യം, സബ്ർ എന്ന് പറഞ്ഞാൽ ക്ഷമ. ഇതാണ് ഈ സൂറത്തിന്റെ പദങ്ങളുടെ അർത്ഥം. ഒരു പ്രാവശ്യം ഓതുകയല്ല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. والعصر, والعصر عينان صاد, عين صاد. والعصر واو ശരിക്കും ശ്രദ്ധിക്കുക. വാ അല്ല, വാ രണ്ടും കൂട്ടി പിടിച്ചിട്ട് വാ. والعصر ഇന്ന അല്പം മണിച്ചു ഉച്ചരിക്കുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ലഫീ ഖുസ്ർ. ഇല്ലല്ലദീന, ഖാ ശ്രദ്ധിക്കണം, ഖാ ഇവിടെ ലമ്മ കൊടുത്തിട്ടാണ് ഖുസ്ർ, ഖുസ്ർ. ഇല്ലല്ലദീന, ഖാ വേറെ ഉച്ചരിച്ചാൽ അതിന്റെ അർത്ഥമാണ്. ഹുസ്ർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഹുസ്ർ അങ്ങനെ ആവാൻ പാടില്ല. ഖുസ്ർ. ഇല്ലല്ലദീന ആമനു വഅമിലു, ഐൻ വഅമിലു, വഅമിലു സ്സാലിഹാത്തി വതവാസൗ, വതവാസൗ صاد صاد وتواصوا بالحق وتواصوا بالصبر, بالصبر. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات إلا الذين آمنوا وعملوا الصالحات وتواصوا
وتواصوا بالحق وتواصوا بالصبر. ഈ സൂറത്തിന്റെ തഫ്സീർ വായിക്കട്ടെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറാണ് വായിക്കുന്നത്. ഇത് വളരെ ഈ സൂറത്ത് നന്നായി വിശദീകരിച്ചത് ഷെയ്ഖ് വിശദീകരിച്ചിട്ടുണ്ട്. അത് വായിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. സൂറത്ത് കാണാതെ ആരെങ്കിലും ഉണ്ടാവാൻ പാടില്ല. അഖ്സമ അല്ലാഹു തആല ബിൽ അസ്ർ, അല്ലാഹു അസ്ർ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞു. വൽ അസ്ർ, അസ്ർ എന്ന് പറഞ്ഞാൽ ഖീല, ഇങ്ങനെ അഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്. ഇന്നൽ മുറാദ ബിഹി ആഖിറുൻ നഹാർ, ഇതുകൊണ്ടുള്ള ഉദ്ദേശം പകലിന്റെ അന്ത്യമാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമയമാണ്. ലിഅന്ന ആഖിറൻ നഹാർ അഫ്ദലുഹു, കാരണം പകലിന്റെ അന്ത്യം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം. വസലാത്തുൽ അസ്രി തുസമ്മ സലാത്തുൽ വുസ്ത, സലാത്തുൽ വുസ്ത. ഹാഫിളു അല സ്വലവാതി വസ്സലാത്തിൽ വുസ്ത വഖൂമു ലില്ലാഹി ഖാനിതീൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. നമസ്കാരങ്ങൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ച് ഏത് നമസ്കാരം? അൽ വുസ്ത, മധ്യത്തിലുള്ള നമസ്കാരം. അതേതാണ്? അസ്റാണ്. വരും. ഐ അൽ ഫുദ്ല കമാ സമ്മാഹ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ ബിദാലിക. അതായത് ഉസ്ത എന്ന് പറഞ്ഞാൽ ഫുദ്ല, ശ്രേഷ്ഠമായത്. അപ്പോൾ ആ നമസ്കാരം ശ്രേഷ്ഠമായതുകൊണ്ട് ഈ സമയത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ പകലിന്റെ ആദ്യ സമയത്തിന് ശ്രേഷ്ഠതയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹിം. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് പകൽ, നേരത്തെയുള്ള ആ പകൽ, അത് സുബഹി കഴിഞ്ഞിട്ടുള്ള ആ നേരം, സുബഹിയോട് അനുബന്ധിച്ചുള്ള നേരം, ആ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എൻ്റെ ഉമ്മത്തിന് ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്താലും ബർക്കത്തുണ്ടാവും. ഈ ഹദീസ് കേട്ട സഹാബി അദ്ദേഹത്തിന്റെ കച്ചവടം ഈ നേരത്തേക്കാക്കി മാറ്റി. അദ്ദേഹം ആദ്യം വലിയ പണക്കാരനൊന്നും അല്ലാത്ത ഒരാളായിരുന്നു. ഈ സമയത്തേക്ക് കച്ചവടം മാറ്റിയിട്ട് ഈ സഹാബി പറയുന്നു, പിന്നെ എനിക്ക് പൈസ കൊണ്ട് എവിടെ വെക്കണം എന്ന് മനസ്സിലാകാത്ത അത്രയും അള്ളാഹു സമ്പത്തിൽ ബർക്കത്ത് ചെയ്തു. എന്താ? ഈ സമയത്തേക്ക് ആക്കിയതുകൊണ്ടാണ്. ആ സമയത്ത് എന്ത് ചെയ്താലും ബർക്കത്തുണ്ടാവുക. പഠിച്ചാലും അതിന് ബർക്കത്തുണ്ടാവും. കച്ചവടം ആ സമയത്ത് ചെയ്താൽ അതിന് ബർക്കത്ത്. നേരത്തെ തുടങ്ങുന്ന കച്ചവടങ്ങൾ നോക്കൂ, ബർക്കത്തുണ്ടാവും അതിന്. അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നതാണ് ആ സമയത്ത് സുബഹി കഴിഞ്ഞിട്ട് ചെയ്യുന്ന എന്തിനും. അപ്പോൾ അതിന് ശ്രേഷ്ഠതയുണ്ട്. അതുപോലെ ആഖിറുൻ നഹാറിനും ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ഉസ്ത എന്ന് വിളിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിലുണ്ടത്. ഇനി വഖീൽ, ഇങ്ങനെ ഉണ്ട് മറ്റൊരു അഭിപ്രായം, ഇന്നൽ അസ്റ ഹുവ സമാൻ. അസ്ർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കാലം എന്നാണ് അർത്ഥം. അതാണ് ശരിയായ കാലത്തിൽ. ഇത് പെടൂല, ഈ പറഞ്ഞത് പെടും. അതാണ് പറഞ്ഞത്, രണ്ടും വൈരുദ്ധ്യാവില്ല. വഹാദാ ഹുവൽ അസഹ്, ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അഖ്സമല്ലാഹു ബിഹി ലിമാ യഖഉ ഫീഹി മിൻ ഇഖ്തിലാഫിൽ അഹ്വാൽ. എന്താണ് അള്ളാഹു കാലത്തെ സത്യം ചെയ്ത് പറഞ്ഞത്? അള്ളാഹു ഏത് കാര്യത്തിൽ സത്യം ചെയ്ത് പറഞ്ഞാലും അത് ഒരുപാട് മനുഷ്യന് ചിന്തിക്കാനുള്ള, മനുഷ്യൻ ആലോചിച്ചാൽ അവൻ അത്ഭുതപ്പെട്ടു പോകുന്ന കാര്യങ്ങളായിരിക്കും. അള്ളാഹു എന്ത് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എടുത്ത് നോക്കിക്കോളും. എല്ലാം ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ്. കാലമെന്ന് പറഞ്ഞാൽ ഈ കാലത്തിലാണ് മിൻ ഇഖ്തിലാഫിൽ അഹ്വാൽ, വ്യത്യസ്തമായ പല ഹാലുകളും പല അവസ്ഥകളും മനുഷ്യനുണ്ടാകുന്നത് ഈ അള്ളാഹു പഠിച്ച ഈ കാലത്തിലാണ്. വതഖല്ലുബാത്തിൽ ഉമൂർ, കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നത്, ഇതൊക്കെ എന്താണ്? ഇതിനൊക്കെ കാലം സാക്ഷിയാണ്. ഇതൊക്കെ കാലം ഇതിന് സാക്ഷിയാണ്. വമുദാബലത്തുൽ അയ്യാമി ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. നമ്മളും ജീവിക്കുന്നുണ്ട് ഇങ്ങനെ 24 മണിക്കൂറുള്ള
ദിവസത്തിൽ നമുക്ക് നമ്മുടെ മുൻഗാമികൾ ഇതുപോലെ പകല് കണ്ടിട്ടുണ്ട്, ഉച്ച കണ്ടിട്ടുണ്ട്, വൈകുന്നേരം കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ കാലത്തിന്റെ എണ്ണം, മാസങ്ങളുടെ എണ്ണം എത്രയാണ്? 12. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതാണ്. അല്ലാഹു ഇത് പറയാൻ ഒരു സാഹചര്യം കൂടി ഉണ്ട്. മുശ്രിക്കുകൾക്ക് ഒരു പതിവുണ്ടായിരുന്നു, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കാരണം 4 പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ യുദ്ധം പാടില്ല. പക്ഷെ മുശ്രിക്കുകൾ എന്ത് ചെയ്യും? അവർക്ക് യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നാൽ യുദ്ധത്തിന് മുട്ടിവെക്കുമ്പോൾ പറയും എന്നാൽ പിന്നെ നമുക്ക് പിന്നെ പവിത്ര മാസം ഈ മാസം വേണ്ട, അടുത്ത മാസം ആയിക്കളെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറ്റിക്കളയും. അപ്പോൾ ഒരു വർഷം 12 കൂടുതലുണ്ടാവില്ലേ, സൗകര്യത്തിൽ കൂട്ടും. അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ആ ആയത്തിറക്കാനുള്ള ഒരു പശ്ചാത്തലം അതാണ്. അവിടെ തന്നെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഇന്നമൻ നസീഉ സിയാദത്തുൻ ഫിൽ കുഫർ യുദല്ലു ബിഹിൽ ലദീന കഫറു. അതിന് നസീ എന്നാണ് പേര്. ഇങ്ങനെ ഇത് മാസങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക എന്നുള്ളത്, അത് കുഫറാണ് വർദ്ധിപ്പിക്കുന്നത്. എന്നിട്ടാണ് അള്ളാഹു പറഞ്ഞത് അള്ളാഹു പടച്ചത് 12 മാസങ്ങളാണ്. അള്ളാഹു ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണ എത്രയാണ്? 12. ഇനി അത് മുൻഗാമികൾ ജീവിച്ചതുപോലെ നമ്മളും ഈ കാലത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ വഗൈരി ദാലിക മിമ്മാ ഹുവ മുശാഹിദുൻ ഫിൽ ഹാദിർ വമുതഹദ്ദസുൻ അൻഹു ഫിൽ ഗായിബ്. നമ്മൾ ഉണ്ടായിരിക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഇല്ലാതെ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളിങ്ങനെ പറയുമല്ലോ, ഇന്നലെ അങ്ങനെ നടന്നു, എന്നാന്ന് ഇങ്ങനെ നടന്നു, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും നമ്മൾ നേരിട്ട് പങ്കെടുത്ത ഇതൊക്കെ നടക്കുന്നത് എന്തിലാണ്? കാലത്തിലൂടെയാണ്. കാലം എന്ന സംഗതി ഇല്ലാതെ നടക്കുന്നില്ല. അള്ളാഹ്ക്ക് കാലം ബാധകമാണോ? അല്ല, അള്ളാഹ്ക്ക് ബാധകമല്ല. മുമ്പ്, ശേഷം, ഇന്നലെ, ഇന്ന് നമുക്കാണ് ബാധകം, അള്ളാഹ്ക്ക് ബാധകമല്ല. അള്ളാഹു അതിനെ പടച്ചവനാണ്. അതുപോലെ ഫൽഅസ്ർ ഹുവ الزمان الذي يعيشه الخلق. അപ്പോൾ അസ്ർ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ ജീവിക്കുന്ന സമാനിനാണ് അസ്ർ എന്ന് പറയുന്നത്. വതഖ്തലിഫു ഔഖാതുഹു ഷിദ്ദ വറഖാ. നോക്കൂ, കാലത്തിലുള്ള ഈ സമയങ്ങൾ അതിങ്ങനെ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ഷിദ്ദത്തായിരിക്കും, നമുക്ക് പ്രയാസമുണ്ടാകുന്ന, ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ റഖ, നല്ല സുഖസുന്ദരമായി സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മൾ പോകുന്ന കാലം. കാലമെല്ലാം ഒരുപോലെയാണ്, നമ്മുടെ അവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. വഹർബം സിൽമൻ, ചിലപ്പോൾ എന്താവും? യുദ്ധം ഉണ്ടാവും, ചിലപ്പോൾ സമാധാനമായിരിക്കും. അതുപോലെ വസിഹ വമറദ, ആരോഗ്യമില്ലാത്ത രോഗം വന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. കാലത്തെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ കടന്നു പോകുന്നു. അത് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ആരോഗ്യം ഉണ്ടാകും, ചിലപ്പോൾ രോഗത്തിലായിരിക്കും. വഅമലൻ സാലിഹൻ വഅമലൻ സയ്യിഅ, മോശം പ്രവൃത്തി ചെയ്യുന്ന കാലം ഉണ്ടാവും, നല്ല പ്രവൃത്തി ചെയ്യുന്ന കാലം ഉണ്ടാവും. ഇലാ ഗൈരി ദാലിക മിമ്മാ ഹുവ മഅലൂമുൻ ലിൽ ജമീഅ, എല്ലാവർക്കും അറിയുന്ന ഇതും ഇതുപോലുള്ളതല്ലാത്തതുമായ കാര്യങ്ങൾ. അഖ്സമല്ലാഹു ബിഹി, അല്ലാഹു ഇതൊക്കെ നടക്കുന്ന കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. അലാ ഖൗലിഹി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. എന്നിട്ട് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് എന്താണ്? തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വൽ ഇൻസാനു ഹുന ആം, വൽ ഇൻസാനു ഹുന ആമുൻ. ഇവിടെ മനുഷ്യൻ എന്ന് പറഞ്ഞത് ആം ആയിട്ടാണ്. അതൊരു ഖാഇദയാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ്, അദ്ദേഹം അൽ ഖവാഇദുൽ ഫിഖ്ഹിയ്യ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കവിതയുണ്ട്. 49 വരികളാണ് അതിലുള്ളത്. അതിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഖവായിദുകൾ വിവരിച്ചിട്ടുണ്ട്. അൽ എന്ന് ഏകവചനത്തെ പ്രയോഗിച്ചാൽ അവിടെ ആം ആയിരിക്കും അർത്ഥം, ഏതെങ്കിലും ഒരു മനുഷ്യനല്ല, പിന്നെ എല്ലാ ആ വർഗം ആണ് സൂചിപ്പിക്കുന്നത്. വൽ ഇൻസാനു ഹുന ആം, വൽ ഇൻസാനു ഹുന ആം لأن المراد به الجنس، لأن المراد به الجنس. ഇവിടെ ഉദ്ദേശം ജിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗമാണ്. وعلامة الإنسان الذي يراد به العموم أن يحل محل ال كلمة كل الإنسان എന്ന് പറയുന്നത് പോലെയാണ്
അൽ ഇൻസാൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, എല്ലാ മനുഷ്യനും എന്നർത്ഥം. ഇനി ഇൻസാൻ എന്നുള്ള വാക്ക് അതെവിടുന്നാണ്? അല്ലദീ യഅ്നസു ബഅ്ദുഹു ബഅ്ദാ. അങ്ങോട്ടും ഇങ്ങോട്ടും അനസ് എന്ന് പേര് കേട്ടിട്ടില്ല. എന്താണത്? ഇണക്കം, അല്ലെ? പരസ്പരം ഇണങ്ങി ജീവിക്കുന്നത് എന്നാണ് ഇൻസാൻ. എന്ന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു ഇണക്കത്തിലൊരു കൂട്ടായി ആരെങ്കിലും കൂട്ടുചേരുന്നവൻ എന്നാണ് ഇൻസാന്റെ അർത്ഥം തന്നെ. മനസ്സിലായല്ലോ? ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കൂട്ടുചേരുന്ന. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇല്ലാതെ ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ ഒരു കമ്പനിയായി ഇങ്ങനെ വേണം. ഇൻസാൻ എന്നാണ്, അതിൽ നിന്നാണ് ഇൻസാൻ അവന്റെ ആ സ്വഭാവം കാണിക്കുന്ന, അവന്റെ അനസ് എന്ന സ്വഭാവം കാണിക്കുന്ന, അതുകൊണ്ടാണ് ഇൻസാൻ എന്ന് പറയുന്നത്. ജിന്നെന്ന് പറഞ്ഞാലോ, ആ പദത്തിന്റെ അർത്ഥം പൊതുവെ കാണാത്തത് എന്നതിനാണ് ഉപയോഗിക്കുക, ജിൻ. അതുപോലെ ജന്ന, ഇങ്ങനെയുള്ളതൊക്കെ എന്താണ്? നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് കാണാത്തത്. അതിലാണ് ജീമും നൂനും ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ അധികം. വേറെ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ഇപ്പം മറന്നുപോയതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ തന്നെ കിതാബ് തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ ഷറഹിൽ അങ്ങനെ ആ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. പൊതുവെ കണ്ണി കാണാത്തത് എന്ന അർത്ഥത്തിലാണ് ജിന്ന് എന്ന വാക്കുണ്ടായിട്ടുള്ളത്. വല്ലാഹു അഅലം. കുല്ലു ഇൻസാൻ ഫീ ഖുസ്ർ ലകാന ഹാദാ ഹുവൽ മഅന. ومعنى الآية الكريمة أن الله أقسم قسما على حال الإنسان أنه في خسر، أي في خسران ونقصان في كل أحواله في الدنيا وفي الآخرة. മനുഷ്യൻ നഷ്ടത്തിലാണ്, അവൻ പരാജിതനാണ്. അവന്റെ എല്ലാ അവസ്ഥയിലും, ദീനിലും ദുനിയാവിലും ആഖിറത്തിലും എല്ലാം. ഇല്ലാ മൻ ഇസ്തസ്ന അല്ലാഹു അസ്സ വജൽ. അല്ലാഹു ഇവിടെ ഇസ്തിസ്ന ചെയ്തു പറഞ്ഞു, ഒഴിവാക്കി പറഞ്ഞവരൊഴികെ. വഹാദിഹിൽ ജുംല മുഅക്കദ ബിസലാത്തി മുഅക്കദാത്ത്, ബിസലാത്തി മുഅക്കിദാത്ത്. ഷെയ്ഖ് പറയുന്നു, ഈ ഒരു വാക്കുണ്ടല്ലോ, മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന് അല്ലാഹു പ്രസ്താവിച്ച ഈ കാര്യം 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തഅക്കീദ് ചെയ്തു പറഞ്ഞിരിക്കുന്നു, ഉറപ്പിച്ചിരിക്കുന്നു. അൽ അവൽ, ഒന്നാമത്തേത് ഏതാ? അൽ ഖസം, ആ സത്യം ഉണ്ടല്ലോ, സത്യം ചെയ്തു അല്ലാഹു. അൽ അസ്ർ, കാലം തന്നെ സത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വസാനി, രണ്ടാമത്തേതാ? ഇന്ന, ഇന്ന എന്ന് പറഞ്ഞു. ഇന്ന എന്താ? തീർച്ചയായും. മൂന്നാമത്തേതാ? ല എന്ന് പറഞ്ഞത്. ല ഫീ ഖുസ്ർ, ഫീ ഖുസ്ർ എന്നല്ല പറഞ്ഞത്, പിന്നെ ല ഫീ ഖുസ്ർ. ലാ എന്ന് നീട്ടിയിട്ടല്ല, ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറപ്പിച്ചു പറയാം. ഇന്ന ശിർക ലദുൽമുൻ അദീം എന്നതുപോലെ തീർച്ചയായും ശിർക്ക് വലിയ അക്രമം തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ. അതാണ് ഇന്നയും ല രണ്ടും ഉപയോഗിച്ചു. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത് വഇന്നഹു അലാ ദാലിക ലശഹീദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ തന്റെ റബ്ബിനോട്, തീർച്ചയായും മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവൻ തന്നെയാണ്. തീർച്ചയായും അവൻ അതിന് സാക്ഷി തന്നെയാണ്. തീർച്ചയായും പണത്തോട് അവന്റെ ആർത്തി കടുത്തത് തന്നെയാണ്. അവിടെയൊക്കെ അല്ലാഹു ഈ തഅക്കീദ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ സത്യം ചെയ്യലുണ്ടായിട്ടുണ്ട്. വല്ല ആദിയാത്ത് എന്ന് സത്യം ചെയ്തിട്ടാണല്ലോ പറയുന്നത്, വല്ല ആദിയാത്ത് എന്ന് സത്യം ചെയ്തിട്ടാണ് പറയുന്നത്. എന്നതുപോലെയാണ് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മാത്രമല്ല وأتى بقوله لفي خسر ليكون أبلغ من قوله لخاسر. മനുഷ്യനെല്ലാം ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലഖാസിർ എന്ന് പറയാം. മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയവൻ തന്നെയാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി അബുലഗാണ്, കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞതാണ് ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണെന്ന് പറഞ്ഞത്. അവൻ നഷ്ടപ്പെട്ടു പോയവൻ എന്നല്ല പറഞ്ഞത്, പിന്നെയോ അവൻ നഷ്ടത്തിലാണ്. അങ്ങനെ പറഞ്ഞത് എന്തിനാണ്? وذلك أن في للظرفية فكأن الإنسان منغمس في خسر. മനുഷ്യൻ അവൻ നഷ്ടത്തിൽ മൂക്കുകുത്തി വീണവനെ പോലെ, മുങ്ങിയവനെ പോലെ എന്ന് സൂചിപ്പിക്കാനാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അൽ ഖുസ്റാൻ മുഹീത്തും ബിഹി മിൻ കുല്ലി ജാനിബ്. എല്ലാ അവസ്ഥയിലും എല്ലാ നിലക്കും അവനെ നഷ്ടം വലഞ്ഞിരിക്കുന്നു. ഖുർആനിൽ സൂറത്തു ജുമറിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത് പോലെ ഖുൽ ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. എത്ര തവണ അല്ലാഹു ആവർത്തിച്ചു നഷ്ടം?
ഖുൽ പറയുക ഇന്നൽ ഖാസിരീൻ തീർച്ചയായും നഷ്ടപ്പെട്ടു പോയവരെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ? അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സ്വന്തം നഫ്സും സ്വന്തം കുടുംബത്തെയും എല്ലാം നഷ്ടപ്പെട്ടവരാണ് യഥാർത്ഥ നഷ്ടപ്പെട്ടു പോയ ആളുകൾ. അല അറിയണം, ذلك هو الخسران المبين, അത് തന്നെയാണ് വ്യക്തമായ നഷ്ടം എന്ന് പറഞ്ഞതുപോലെ അല്ലാഹു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر استثنى الله سبحانه وتعالى هؤلاء المتصفين بهذه الصفات الأربع. ഈ നാല് ഗുണങ്ങളുള്ള ആളുകൾ അല്ലാഹു ഒഴിവാക്കി പറഞ്ഞു. അസിഫത്തുൽ ഊല ഒന്നാമത്തെ എന്താണ്? ഒന്നാമത്തെ സിഫത്ത് എന്താ? ആമനു, അതായത് ഈമാനുള്ള ആളുകൾ. അൽ ഈമാൻ അല്ലദീ ലാ യുഖാലിജുഹു ശക്കുൻ വലാ തറദ്ദുദുൻ ബിമാ ബയ്യനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ ഈമാനാണ്? ശക്കില്ലാത്ത ഈമാൻ, സംശയമില്ലാത്ത ഈമാൻ, തറദ്ദുദില്ലാത്ത ഈമാൻ. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് തറദ്ദുദ്, അതില്ലാത്ത ഈമാൻ. മുനാഫിഖുകളുടെ ഈമാൻ എങ്ങനെയായിരിക്കും? മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ. മുദബ്ദബീന ബൈന ദാലിക്, ആ വാക്ക് കേട്ടാൽ തന്നെ അറിയില്ലേ ഖുർആന്റെ അറബിയുടെ പ്രത്യേകത. മുദബ്ദബീന ബൈന, അതിന്റെ ഇടയിൽ ഇങ്ങനെ കളിക്കുന്ന വഴുതി കളിക്കുന്ന ആളുകളാണ്. ലാ ഇലാഹ ഉലാ അങ്ങോട്ടില്ല, വലാ ഇലാഹ ഉലാ ഇങ്ങോട്ടില്ല. കാഫിറുകളുടെ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, അതിന്റെ ഇടയിലാണ് അവരുള്ളത് എന്ന് പറഞ്ഞതുപോലെ ആവാൻ പാടില്ല. ശക്കില്ലാത്ത കറകളെന്ന ഈമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന പ്രസിദ്ധമായ ഹദീസ് ജിബ്രീലിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഈമാൻ കാര്യങ്ങൾ. അർക്കാനുൽ ഈമാൻ. എന്താണ് ഈമാൻ? അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഖദർ പറയുമ്പോൾ വതുഅ്മിൻ എന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പല റിവായത്തുകളിലും കാണാം. അല്ലാഹുവിലും അല്ലാഹുവിന്റെ മലക്കുകളിലും അല്ലാഹുവിന്റെ കിതാബുകളിലും അല്ലാഹുവിന്റെ റസൂലുകളിലും ഖിയാമത്ത് നാളിലും വിശ്വസിക്കലാണ്. അല്ലാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കലാണ്, അതിലെ ഖൈറിലും ഷർറിലും. മനസ്സിലായല്ലോ? ഈ ഹദീസ് ജിബ്രീലിന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി കൊടുത്തിട്ടുള്ള വിശദീകരണം വായിക്കണം. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ വന്ന വഴി പോലും പറയുന്നു. അള്ളാഹു മലക്കിന് കൊടുക്കും കിതാബ് റസൂലിന്, അങ്ങനെ ആണ് അതിന്റെ തർത്തീബ് എന്ന് പോലും വിശദീകരിച്ചു. ഒരുപാട് വിശദീകരിക്കാനുള്ള ഹദീസാണത്. ഷേഖ് തന്നെ പറയുന്നു വശറഹു ഹാദൽ ഹദീസ് യതൂൽ. ഇതിന്റെ വിശദീകരണം ഒരുപാട് പറയാറുണ്ട്, അതിന് പ്രത്യേകം ഇതുപോലെ ക്ലാസ്സുകൾ വെക്കേണ്ടി വരും. وتكلمنا عليه في مواطن كثيرة. ഒരുപാട് സന്ദർഭങ്ങളിൽ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നമുക്കത് പറയണം. ഹദീസ് ജിബ്രീൽ അതിന് പ്രത്യേക ക്ലാസ് വേണം. فالذين آمنوا بهذه الأصول الستة هم المؤمنون. ഈ 6 അടിസ്ഥാനങ്ങളിൽ 6 ഈമാൻ കാര്യങ്ങളിൽ വിശ്വസിച്ചവരാണ് യഥാർത്ഥ മുഅ്മിനുകൾ. ഈ 6 ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കുന്നു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ എന്ത് വേണം? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കണം. അല്ലാതെ പിന്നെ അങ്ങനെ റസൂലിനെ വിശ്വസിച്ചവനാകും? റസൂൽ അള്ളാഹിന്റെ റസൂലാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം വിശ്വസിക്കണം. തസ്ദീഖുഹു ഫീമാ അഖ്ബർ എന്ന് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതിന്റെ ഷർത്തായി പറയപ്പെട്ടിട്ടുള്ളതാണ്. നബി കൊണ്ടുവന്ന, നബി അറിയിച്ചു തന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയണം. ولكن يجب أن يكون إيمانا لا شك معه ولا تردد، بمعنى أنك تؤمن بهذه الأشياء وكأنك تراها رأي العين. ഇതെങ്ങനെ വിശ്വസിക്കണം? നീ നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഈ പറയപ്പെട്ട ഈമാൻ കാര്യങ്ങളൊക്കെ വിശ്വസിക്കണം. والناس في هذا المقام 3 أقسام. ഈ വിഷയത്തിൽ ജനങ്ങൾ 3 തരക്കാരാണ്. القسم الأول ഒന്ന് മുഅ്മിൻ ഖാലിസുൽ ഈമാൻ, ഈമാൻ ലാ ശക്ക ഫീഹി വലാ തറദ്ദുദ്, കറകളെന്ന ഈമാനുള്ള മുഅ്മിൻ, അവന്റെ ഈമാനിൽ സംശയമില്ല, ഈ വഴുതിക്കളിയില്ല. القسم الثاني രണ്ടാമത്തെ എന്താണ്? കാഫിറുൻ ജാഹിദുൻ മുൻകിർ, എല്ലാം നിഷേധിക്കുന്ന കാഫിർ. 3 മുതറദ്ദിദ്. മുതറദ്ദിദ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇത് രണ്ടൊല്ലത്തെ എന്തായിരിക്കും? സംശയമാണ്. ഉണ്ടാവോ ഇല്ലേ? والناجي من هؤلاء القسم الأول ഈ മൂന്നിൽ രക്ഷപ്പെടുന്നത് ആര് മാത്രമാണ്? ഒന്നാമത്തേതാണ് الذي يؤمن إيمانا لا تردد فيه يؤمن بوجود الله وربوبيته وألوهيته وبأسمائه وصفاته عز وجل. الله عند ربوبية الألوهية الأسماء والصفات وكا വിശ്വസിക്കുന്നു. ഷേഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ പറയാത്തൊരു കാര്യം ഷേഖ് ആദ്യം തന്നെ പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം എന്ത് വേണം? ഇൽമു വേണം. ഈമാൻ വേണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം. എന്നാലേ അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ എങ്ങനെ വിശ്വസിക്കും? അതിന്റെ മുന്നേ വേണം. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തവന് അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്ത, നബി പറഞ്ഞത് എന്താണെന്ന് അറിയാത്തവന് വിശ്വസിക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ റുബൂബിയ, അള്ളാഹു റബ്ബ്, അള്ളാഹുവാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കണം. ഞാൻ അള്ളാഹുവിന്റെ ആബ്ദാണെന്ന് വിശ്വസിക്കണം. ദുആഉൽ ഇസ്തിഗ്ഫാർ എന്താ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك. ഞാൻ നിന്റെ അബ്ദാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അത് മഹത്തായ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞ മഹത്തായ സ്ഥാനമാണത്. അതുകൊണ്ടാണ് വലിയ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അള്ളാഹ് വിശേഷിപ്പിച്ചത് എന്താണ്? അബ്ദാണെന്നാണ്. മഹത്തായ കാര്യങ്ങൾ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങൾ ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, ക്രിസ്ത്യാനികൾ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ പറയുക അബ്ദുല്ലാഹി വറസൂൽ, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുക. അതാണ് ഏറ്റവും മഹത്വമുള്ള സ്ഥാനം, അള്ളാഹുവിന്റെ അബ്ദ്. ആ ഉബൂദിയത്തിൽ നിൽക്കുക എന്നുള്ളത്. നമുക്ക് ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ, ഒന്ന് ഖുർആൻ കൊടുത്തു, ലോകർക്ക് മുഴുവൻ താക്കീത് ചെയ്യുന്ന നബിയാക്കി എന്ന് പറഞ്ഞെടുത്തു. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. സൂറത്തുൽ ഫുർഖാൻ തുടങ്ങുന്നത് അങ്ങനെയാണല്ലോ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി, തന്റെ അടിമക്ക് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു തബാറക്, അവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ലിയകൂന ലിൽആലമീന നദീറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലമീനിന് എല്ലാവർക്കും താക്കീത് ചെയ്യുന്ന ആളാകുവാൻ വേണ്ടി. ഇനി ഈ ഖുർആൻ പോലെന്ന് കൊണ്ടുവരാൻ വെല്ലുവിളിച്ചപ്പോൾ എന്താ പറഞ്ഞത്? വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതൂ ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, നാം നമ്മുടെ അബ്ദിനെ ഇറക്കി കൊടുത്തതിൽ സംശയമുണ്ടെങ്കിൽ ഇതുപോലൊരു സൂറത്ത് കൊണ്ടുപോകാം. അവിടെ വലിയ വെല്ലുവിളിയാണത്, ഖിയാമത്ത് നാൾ വരെയുള്ള വെല്ലുവിളി, ആർക്കും സ്വീകരിക്കാൻ പറ്റാത്ത വെല്ലുവിളി. അത് പറഞ്ഞപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്? അബ്ദ, അൽ അബ്ദ, നമ്മുടെ അബ്ദാണ് എന്ന് വിശേഷിപ്പിച്ചു. പിന്നെ നോക്കി ഇസ്രാഇന്റെ സന്ദർഭം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. സൂറത്തുൽ ഇസ്റാ തുടങ്ങുന്നത് എങ്ങനെയാണ്? അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അബ്ദിനെ രാപ്രയാണം നടത്തിച്ച അല്ലാഹു, രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒറ്റ രാത്രി മസ്ജിദുൽ അഖ്സയിലേക്ക് സഞ്ചരിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അവിടെ അബ്ദ് എന്ന് പറഞ്ഞു. ഇസ്റാ എന്ന് പറഞ്ഞാൽ വലിയ മുഅ്ജിസത്തിൽ പെട്ട ഒരു മുഅ്ജിസത്താണ് ഇസ്റാ വൽ മിഅ്റാജ്. അത് പറയുമ്പോൾ അബ്ദ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദ് എന്ന് വിളിച്ച സന്ദർഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടല്ലോ. എന്താണ്? മലിക്കായ റസൂൽ, അതുപോലെ ആബിദായ റസൂൽ. രാജാവായ നബിയാവണോ, അതല്ല ഒരു ആബിദായ റസൂലാകണോ? ഒരു മലക്കൊന്ന് ചോദിക്കണം. അപ്പൊ ജിബ്രീൽ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തവാദ, വിനയം കാണിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആബ്ദ റസൂല. അങ്ങനത്തെ നബിയായ മതി, അബ്ദായ സാധുവായ അടിമയായ റസൂലായ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മലിക്കായ റസൂലാണെന്ന് പറഞ്ഞിരുന്നെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അധികാരമുള്ള മലിക്കായ റസൂലാക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി എന്താണ് തെരഞ്ഞെടുത്തത്?
അബ്ദ. ഈ ഹദീസ് പറഞ്ഞത് ഈ ഹദീസിൽ കാണാം. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ചാരിയിരിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഒരു അടിമ ഭക്ഷണം കഴിക്കും പോലെ, ഒരു സാധു ഇരുന്ന് തിന്നുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നു. കാരണം അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞിരുന്നത്. മുൻഗാമികൾ പറയുന്നു, സഹാബത്ത് പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ കയറിയാൽ കൈ ഇങ്ങനെ നിർത്തിയാൽ എവിടെ തൊടാം? മേൽക്കൂരിങ്ങനെ തൊടാൻ പറ്റുമോ? അത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മദീനയിലേക്ക് വന്നിട്ട് ഇന്ന് വരെ 2 നേരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം ഭക്ഷണം പാകം ചെയ്തിട്ടില്ല. ഒരു നേരം ഭക്ഷണമാണെങ്കിൽ ഒരു നേരം കാരക്കയും വെള്ളമായിരിക്കും. മാസങ്ങളിങ്ങനെ ഞങ്ങൾ കാണുന്നു, ഹിലാല് കാണുന്നു, അടുത്ത ഹിലാല് കാണുന്നു, അടുത്ത ഹിലാല് കാണുന്നു, അടുപ്പ് പുകയാതെ എന്നാര് പറഞ്ഞു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികളായി പണക്കാരായ വലിയ വലിയ ആളുകളില്ലേ, നബിക്ക് കിട്ടാൻ കാണോ? അല്ല, മനസ്സിലായോ? നബി അങ്ങനെയാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. ആരോട് ചോദിക്കും? അള്ളാഹുവിനോട് മാത്രം ചോദിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫഖറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടാറുണ്ടായിരുന്നു. മനസ്സിലല്ലോ, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു. അത് വലിയ ആശ്വാസമാണ് മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം. ഖിയാമത്ത് നാൾ വരെ എന്ത് പ്രയാസം വന്നാലും അത് വലിയ ആശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചത് അത് ചിന്തിച്ചു നോക്കിയാൽ മതിയാകും. ഷെയ്ഖ് പറയുന്നു, വയുമിൻ ബിൽ മലായിക, അതുപോലെ എന്ത് വിശ്വസിക്കണം? മലക്കുകളിൽ വിശ്വസിക്കണം. ബഹു ആലമുൻ ഗൈബിയുൻ ഖലഖഹുമുല്ലാഹു തആല മിൻ നൂർ, അവരുടെ ലോകം നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അള്ളാഹു അവരെ പ്രകാശം കൊണ്ട് പടച്ചു. മലക്കുകളെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഈ ലോകം മുഴുവൻ മലക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് അത് പറയും. എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. കാര്യങ്ങൾ അള്ളാഹു നടപ്പിലാക്കുന്നത് ആര് മുഖേനയാണ്? മലക്കുകൾ മുഖേനയാണ്. എന്താവട്ടെ, എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാം وكلفهم بأعمال منها ما هو معلوم ومنها ما ليس بمعلوم. അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളുണ്ട്, അറിയാത്ത കാര്യങ്ങളുണ്ട്. فجبريل عليه الصلاة والسلام مكلف بالوحي ينزل به من عند الله إلى الأنبياء والرسل. ജിബ്രീലിന്റെ ജോലി എന്താണ്? അള്ളാഹു ഏൽപ്പിച്ച എന്താണ്? വഹയുമായി, അള്ളാഹുവിന്റെ വഹയുമായി അമ്പിയാക്കളുടെ റസൂലിന്റെ അടുത്ത് വരിക. വമീകായിൽ മുകല്ലഫുൻ ബിൽ ഖതരി വൻ നബാത്ത്, മീകായിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് മഴയും അതുപോലെ സസ്യങ്ങൾ മുളപ്പിക്കലുമാണ്. യഅനി വക്കലഹുല്ലാഹു അലൽ മതർ വകുല്ലി മാ യതഅല്ലഖു ബിൽ മതർ വഅലൻ നബാത്ത്, മഴയുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ സസ്യങ്ങളുടെ കാര്യവും. ഇസ്റാഫീൽ എന്താണ്? മുവക്കലും ബിൻ നഫ്ഖി ബിസ്സൂർ, ഇതാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. കാഹളത്തിലൂതാ, കാഹളം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അർശിലേക്ക് നോക്കിയിട്ട്, കണ്ണ് തെറ്റുന്നില്ല അന്ന് മുതൽ ഇന്ന് വരെ. അതുപോലെ എങ്ങനെയാണ്? നെറ്റി കൂർപ്പിച്ചുകൊണ്ട്, മുഖം തല ചെരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ അൻഅം وقد التقم صاحب القرن القرن وحنى جبهته وأصغى سمعه ينتظر أن يأمر فينفخ ينتظر أن يأمر أن ينفخ فينفخ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കൈഫ അൻഅം, ഞാനെങ്ങനെ സുഖലോലുപനായി ജീവിക്കാനാണ്. വഖദിൽ തഖമ സാഹിബുൽ ഖർനി അൽ ഖർൻ, കാഹളത്തിന്റെ മലക്ക കാഹളവും പിടിച്ച്, അതുപോലെ വഹനാ ജബ്ഹതഹു, നെറ്റി ചെരിച്ച്, വസ്ഗാ സമഅഹു, കാതു കൂർപ്പിച്ച്, അള്ളാഹുവിന്റെ കൽപ്പന, ഊതാനുള്ള കൽപ്പന കിട്ടാൻ വേണ്ടി കാത്തിരിക്കെ, കിട്ടിയാൽ അപ്പോൾ ഊതാൻ കാത്തിരിക്കെ ഞാനെങ്ങനെയാണ്? കൈഫ അൻഅം, ഞാനെങ്ങനെ സുഖിച്ച് ജീവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതുപോലെ ആ മലക്ക് കണ്ണ് അള്ളാഹുവിന്റെ അർശിൽ നിന്ന് തെറ്റിച്ചിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? അള്ളാഹിന്റെ കൽപ്പന കിട്ടി അങ്ങോട്ടേക്ക് നോക്കുന്ന നേരം വൈകിപ്പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഊതാൻ. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഈ 3 മലക്കുകൾ, ഈ മലക്കുകൾക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില പ്രാർത്ഥനകളിൽ ഈ 3 മലക്കുകളുടെ റുബൂബിയത്ത് എടുത്തു പറയാൻ ഞാൻ മുമ്പ് പറഞ്ഞാണെന്ന് തോന്നുന്നു, അല്ല? രാവിലെയുള്ള തഹജ്ജുദിന്റെ പ്രാർത്ഥനയിൽ. മാലിക് എന്ന മലക്ക് മുവക്കലും ബിന്നാർ, എന്താണ് ഏൽപ്പിക്കപ്പെട്ടത്?
നരകത്തിന്റെ മലക്കാണ് ഖുർആനിലുള്ളതാണല്ലോ. ഈ കാഫിറുകൾ പറയും യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ. മാലികേ, നിന്റെ റബ്ബിനോടൊന്ന് പറയൂ ഞങ്ങളൊന്ന് മരിപ്പിച്ചു തരാൻ. അപ്പൊ മാലിക്കിന്റെ മറുപടി എന്താണ്? ഇന്നകും മാകിസൂൻ, നിങ്ങളവിടെ കഴിയേണ്ടവരാണ്. ഈ ചോദ്യവും മറുപടിയും തമ്മിൽ കാലങ്ങളുടെ വ്യത്യാസമുണ്ടെന്ന് മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. ഇവരിങ്ങനെ മാലിക്കിനോട് പറയും, മാലിക്കൊന്നും ഉണ്ടല്ല, ഇവരിങ്ങനെ കാത്തു എത്രയോ കാലങ്ങളോളം. എന്നിട്ടാണ് മാലിക്കിന്റെ മറുപടി ഇന്നക്കും മാകിസൂൻ എന്ന് മുഫസ്സിറുകൾ പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വരിവാൻ മുവക്കൽ ബിൽ ജന്ന, സ്വർഗം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, മലക്കാരാണ് റിദ്വാൻ. ومن الملائكة من لا نعلم أسماءهم ولا نعمل أعمالهم أيضا. അതുപോലെ നമുക്ക് പേരോ അള്ളാഹു ഏൽപ്പിച്ച ജോലിയോ അറിയാത്ത മലക്കുകളുണ്ട്. ഇതിൽ പെടാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ വേറെ മലക്കുണ്ടല്ലോ, മുൻകർ, നക്കീർ, ഖബറിൽ ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ. لكن جاء في الحديث عن النبي صلى الله عليه وعلى آله وسلم, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു أنه ما من موضع 4 أصابع في السماء إلا وفيه ملك قائم لله أو راكع أو ساجد. ഈ ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആകാശത്ത് 4 വിരൽ വെക്കാനുള്ള ഒരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ അത് അള്ളാഹുവിന് റുക്കൂ ചെയ്യുന്ന, സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിന് വേണ്ടി നിൽക്കുന്ന ഒരു മലക്ക് ഉണ്ടായിരിക്കും. ആകാശത്ത് മുഴുവൻ മലക്കുകളാണ്. അവരുടെ എണ്ണം എത്രയാണ്? സുബ്ഹാനല്ലാഹ്, അതാണ് മലക്കളുടെ എണ്ണം. അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അള്ളാഹു വിളിച്ചു പറയുന്നല്ലേ ജിബ്രീലിനോട്, ഇന്നി അഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, ഇന്നി അഹ്ബബ്തു ഫുലാനൻ ഫഅഹിബ്ബ, ഞാൻ ഒരാളെ സ്നേഹിച്ചിരിക്കും അതുകൊണ്ട് നീ അവനെ സ്നേഹിക്കുക. ഔ കമാ ഖാൽ. അപ്പോൾ ജിബ്രീൽ ആകാശലോകത്തിലെ മുഴുവൻ ആളുകളോട് വിളിച്ചു പറയും, യാ അഹ്ലസ് സമാ ഇന്നല്ലാഹ അഹബ്ബ ഫുലാനൻ ഫഅഹിബ്ബൂഹ്, നിങ്ങൾ അള്ളാഹു ഒരുവനെ സ്നേഹിച്ചിരിക്കുന്നു, നിങ്ങൾ അവനെ സ്നേഹിക്കുക. അപ്പോൾ അവരെല്ലാവരും സ്നേഹിക്കും. പിന്നെ ഭൂമിയിൽ ആര് ഏത് ചവറ് വരുത്താനെന്താ അല്ലേ? അള്ളാഹു സ്നേഹിച്ചാൽ, ഇത്രയും കോടാനുകോടി മലക്കുകൾ സ്നേഹിച്ചാൽ, സുബ്ഹാനല്ലാഹ്. كذلك نؤمن بالكتب التي أنزلها الله على الرسل عليهم الصلاة والسلام ونؤمن بالرسل الذين قصهم الله علينا نؤمن بهم بأعيانهم. അള്ളാഹു പറഞ്ഞിട്ടുള്ള അവന്റെ കിതാബുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. തൗറാത്ത്, ഇൻജീൽ, സബൂർ, സുഹുഫ് ഇബ്രാഹീം വ മൂസ, അവർക്ക് കിട്ടിയ സുഹഫുകൾ, അതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹു ഇറക്കി കൊടുത്തതിലൊക്കെ, അള്ളാഹു ഇറക്കി കൊടുത്തതിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു, പേരറിയുന്നതിലും പേരറിയാത്തതിലും. പക്ഷെ അതൊക്കെ കാലഹരണപ്പെട്ടു പോയി. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി അതിൻ്റെ മുഹൈമിനായ, അതിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നബിമാരിൽ പേര് പറഞ്ഞിട്ടുള്ളവരിൽ, ആ വ്യക്തികളിൽ അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പേര് പറയാത്തവരിൽ അങ്ങനെയും വിശ്വസിക്കുന്നു. അവരൊക്കെ അള്ളാഹു ബാക്കിയുള്ള നബിമാരിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹ് പറയാത്തത് പിന്നെ നമ്മൾ പേര് പറയാൻ പാടുണ്ടോ? ശ്രീകൃഷ്ണനും ശ്രീരാമനും നബിമാരാണെന്നാണ് കാദ്യാനികൾ പറയുന്നത്. അവരെ നബിമാരായിരിക്കും. ഇയാളെ പോലെ, മിർജാ ഗുലാമിനെ പോലെ നമ്മൾ പറയാൻ പാടുണ്ടോ? പാടില്ല. അള്ളാഹു പറയാത്തത് പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് പറയാൻ പാടില്ല. ഒരാളെ പേര് പറഞ്ഞ നബിയാണെന്ന് പറയാൻ പാടില്ല. അതുപോലെ വല്ലദീന ലം യഖുസ്സഹും അലൈനാ നുഅ്മിൻ ബിഹിം ഇജ്മാല, അള്ളാഹു കഥ പറഞ്ഞു തരാത്ത, ചരിത്രം പറഞ്ഞു തരാത്ത നബിമാരെ കുറിച്ച്, അങ്ങനെയുള്ള നബിമാരെ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ ഇജ്മാലായി പൊതുവായി നമ്മൾ വിശ്വസിക്കുന്നു. لأن الله لم يقص علينا جميع أنباء الرسل, എല്ലാ നബിമാരെയും കുറിച്ച് അവരുടെ എല്ലാ കഥകളും അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. സൂറത്ത് ഗാഫിറിലെ ആയത്താണ്, 78ാമത്തെ ആയത്ത്. നബിമാരുണ്ട്, നിനക്ക് മുമ്പ് നാം നബിമാരെ അയച്ചിട്ടുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സുസ് അലൈക. അവരിൽ അവരുടെ കഥ നാം പറഞ്ഞു തന്നവരുണ്ട്, പറഞ്ഞു തരാത്തവരുണ്ട്. വൽയൗമുൽ ആഖിർ ഹുവ യൗമുൽ ബഅസ്, അതുപോലെ ഖിയാമത്ത് നാൾ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന. യൗമ യഖ്റുജുൻ നാസു മിൻ ഖുബൂരിഹിം ലിൽ ജസാഇ ഹുഫാതൻ ഉറാതൻ ഗുർലൻ ബുഹ്മൻ. ഖിയാമത്ത് നാളിൽ എല്ലാവരും എണീറ്റ് വരും. എങ്ങനെയാണ്? ഹുഫാതൻ, ഹുഫാത്ത് ചെരുപ്പ് ധരിക്കാത്തവരായി. അതുപോലെ ഉറാതൻ വസ്ത്രം ധരിക്കാത്തവരായി.
ഗുർലൻ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ബുഹ്മൻ ധനമോ സമ്പത്തോ ഒന്നും ഇല്ലാത്തവരായി, ഒന്നും കയ്യില്ലാതെ വെറും കയ്യോട്. എങ്ങനെയാണ് വന്നത് അങ്ങനെ തന്നെ, ഒന്നും കയ്യിലുണ്ടാവുന്നില്ല. അങ്ങനെ ഖിയാമത്ത് നാൾ. ഇത് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, യാ റസൂലല്ലാഹ് അർരിജാലു വന്നിസാ യൻദുറു ബഅദുഹും ഇലാ ബഅദ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ച സംശയങ്ങളൊക്കെ നോക്കി നിങ്ങൾ, ഇങ്ങനെയുള്ളതായിരിക്കും, നിഷ്കളങ്കമായ സംശയങ്ങളായിരിക്കും. മനസ്സിലായല്ലോ? ഒരിക്കൽ ചോദിച്ച സംശയം എന്താണ് നബിയോട്, നബി ഞങ്ങളുടെ ഭാര്യമാരിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക? എന്റെ ഭാര്യമാരിൽ ആരൊക്കെയാണ് സ്വർഗത്തിൽ പോവുക? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്താണ്? നബിയുടെ മറുപടി അതിനേക്കാൾ രസമാണ്. നബി പറയും, നീ അതിലുണ്ട് എന്തായാലും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി. എന്താണ്? നീ അതിലുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. സംശയങ്ങൾ നോക്കുക, അവർ ചോദിച്ച എല്ലാ സംശയങ്ങളും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിന്ന് നിസ്കരിച്ചപ്പോ എന്താ ചോദിച്ചത്? നബി ഞങ്ങൾ മുൻകഴിഞ്ഞതും വരാൻ പോകുന്ന പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കാലിൽ നേരി ഒരുപാട് നിസ്കരിക്കുന്നത്? സ്വാഭാവികമായ സംശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറ, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇപ്പോൾ ചോദിച്ചു നോക്കുങ്ങൾ, നബിയെ സ്ത്രീകളും പുരുഷന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സംശയങ്ങൾ എങ്ങനെയാണ്? മനസ്സിലായല്ലോ? ഈ ഉമ്മത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ഇൽമുള്ള സ്ത്രീകളെ വേറെ ആരുമില്ലെന്നാണ് ഉലമാക്കൾ, ഇമാം ദഹബിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. റളിയല്ലാഹു അൻഹ, അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ അവരെ വിവാഹം ചെയ്ത് കൊടുത്തതിന് ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന ഉപകാരങ്ങൾ എത്രയാണ്? ഈ ഉമ്മത്തിന് കിട്ടിയ ഉപകാരങ്ങൾ എത്രയാണ്? സുബ്ഹാനല്ലാഹ്. ഖാൽ الأمر أعظم من ذلك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الأمر أعظم من ذلك. കാര്യം അതിനേക്കാളും എത്രയോ ഗൗരവമാണ്. ഒരാൾക്കും അങ്ങനെയൊന്നും ആ സമയത്ത് തോന്നുകയില്ല. സ്വന്തം നഫ്സിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നും ആ സമയത്ത് ഓർമ്മ വരികയില്ല. ഐ മിൻ അൻ യൻദുറ ബഅദുഹും ഇലാ ബഅദ് ലിഅന്ന الناس كل مشغول بنفسه. എല്ലാം സ്വന്തം കാര്യത്തെക്കുറിച്ച് അവർക്ക് വേറെ ഒന്നും അവർക്ക് ആലോചിക്കാൻ നേരമില്ല. എന്താണ് പറയുന്നത്? ലികുല്ലി ഇംറിഇൻ മിൻഹും ശഅ്നുൻ യുഗ്നി. വേറെ ഒന്നും നോക്കണ്ടാത്ത നിലക്ക് ആലോചിക്കാൻ അവന് ഒരുപാടുണ്ട്. ദുനിയാവിൽ എന്തെങ്കിലും ചെറിയൊരു പേടി വന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റും, അതായത് അള്ളാഹു അനുവദിച്ചെന്ന് എന്തെങ്കിലും ആസ്വദിക്കാൻ, ആസ്വദിക്കാൻ പറ്റുമോ? നിർഭയത്വം ഇല്ലാതായി പോയാൽ, പേടിച്ച് നമ്മളാണ്ട് ഒരു യുദ്ധം നടക്കുമ്പോൾ അള്ളാഹു അങ്ങനെയുള്ള എല്ലാ ഭയപ്പാടുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അമ്ന് നീ നിലനിർത്തി തരണമേ. അത് ദുനിയാവിൽ പോലും നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ പിന്നെ ഏറ്റവും ആളുകൾ ഭയന്നു പോകുന്ന പരലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഖാല ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു, ومن الإيمان باليوم الآخر الإيمان بكل ما أخبر به النبي صلى الله عليه وسلم مما يكون بعد الموت. പരലോകത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മരണത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാകുമെന്ന് പറഞ്ഞ എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വിശ്വസിക്കണം. അതിൽപ്പെട്ടതാണ് ഫയജിബ് അൻ തുഅ്മിന ബി ഫിത്നത്തിൽ ഖബർ. ശൈഖുൽ ഇസ്ലാമിന്റെ വാക്കാണ്. ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തെ കുറിച്ച് വിശ്വസിക്കണം. അത് നിഷേധിച്ചവന് പരലോക വിശ്വാസമില്ല. ഈമാനിന്റെ റുക്ൻ പരലോകത്തുള്ള വിശ്വാസം എന്ന വിശ്വാസം ആർക്കില്ല? ഖബർ ശിക്ഷ നിഷേധിക്കുന്ന, ഹദീസ് നിഷേധിക്കില്ല. ഹദീസ് നിഷേധില്ല, ഖുർആൻ നിഷേധിക്കുന്നവനാണ്. ഹദീസ് നിഷേധിച്ചവൻ ഖുർആൻ നിഷേധിച്ചു. മയുതിഉർ റസൂല ഫഖദ് അതാ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചവൻ അള്ളാഹിനെ അനുസരിച്ചു. റസൂലിനെ ധിക്കരിച്ചവനോ അള്ളാഹിനെ ധിക്കരിച്ചു. ഇത് ഖബർ ശിക്ഷ ഹദീസിന് മാത്രമല്ല കേട്ടോ, ഖുർആനിലുള്ള കാര്യമാണ്. ഖുർആനിൽ വന്ന സൂറത്ത് ഗാഫിറിൽ അല്ലാഹു ഫിറഔനെയും കൂട്ടരെയും പറ്റി പറഞ്ഞു, അന്നാറു യുഅറദൂന അലൈഹാ ഗുദുവ്വൻ വഅശിയ്യ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിറഔന അശദ്ദൽ അദാബ്. അന്നാർ നരകം, യുഅറദൂന അലൈഹ അവർ അതിനു മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും. വയൗമ തഖൂമു സ്സാഅ, എന്നിട്ടാണ് അല്ലാഹു പറയുന്നത് പിന്നെ ഖിയാമത്ത് നാളിൽ വയൗമ തഖൂമു സ്സാഅതു അദ്ഖിലൂ ആല ഫിറഔന അശദ്ദൽ അദാബ്. അപ്പോൾ അല്ലാഹു പറയും ഫിറഔനെയും അവന്റെ കൂട്ടരെയും
കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കൂ. അതിന് മുമ്പുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ ശേഷം യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ഫിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. അല്ലാഹു സത്യവിശ്വാസികളെ അമൽ സാലിഹാത്ത് ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെട്ട വാക്കുകൊണ്ട് ദുനിയാവിലും പരലോകത്തും ഉറപ്പിച്ചു നിർത്തും എന്ന് പറഞ്ഞാൽ അത് ഖബറിൽ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ വേറെയും ആയത്തുകൾ ഖബർ ശിക്ഷയെ സൂചിപ്പിക്കുന്ന ആയത്തുകളുണ്ട്. അത് ഖുർആനിലും വന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഖബറിലെ വിശ്വാസം എന്താ? ഖബറിലെ ഫിത്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ബിൽ ഇഖ്തിയാർ അല്ലദി യകൂനു ലിൽ മയ്യിതി ഇമ്മ ഇദാ ദുഫിൻ വതവല്ല അൻഹു അസ്ഹാബുഹു. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഖബറടക്കി ആളുകൾ തിരിച്ചുപോയാൽ ആ ചെരുപ്പിന്റെ 6 അടി ആരുകൾക്കും ഈ മരിച്ചു കിടക്കുന്ന ആൾ കേൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കും എന്ന് പറഞ്ഞത് കേൾക്കും, അല്ലാത്തത് കേൾക്കൂല. പിന്നെ അത് പറയേണ്ട കാര്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാത്ത് എത്തിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവർ നബിയുടെ വഫാത്തിന് ശേഷവും. സുബ്ഹാനല്ലാഹ്, അത് ഏത് ഹദീസിന്റെ കൂടെ പറഞ്ഞത്? ഏത് കാര്യം പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നറിയോ? ലാ തജഅലു ഖബ്രി ഈദ, എൻ്റെ ഖബറിനെ നിങ്ങൾ ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും മടങ്ങി വരുന്നത്, ആഘോഷകേന്ദ്രം. അതിന് ആ പേര് വരാനുള്ള കാരണം എന്താണ്? ഓരോ കൊല്ലവും മടങ്ങി അവിടെ ഇങ്ങനെ പോയി അത് ജൂത ക്രൈസ്തവർ ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് താക്കീത് ചെയ്ത കാര്യം തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ആക്കരുത് എന്ന് പറഞ്ഞ കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എവിടുന്നും എനിക്ക് വേണ്ടി സലാത്ത് അള്ളാഹുവിനോട് ചോദിച്ചതാണ് എനിക്ക് എത്തിക്കപ്പെടും. എന്ത് ചോദിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കെങ്കിൽ പിന്നെ സലാത്തിന്റെ കാര്യം പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് സലാത്ത് എത്തിക്കപ്പെടുമെന്ന്. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് അവർ തിരിഞ്ഞുപോയാൽ മലക്കുകൾ 2 മലക്കുകൾ വരും. ദീനിനെയും നബിയെയും കുറിച്ച് റബ്ബിനെയും കുറിച്ച് ചോദിക്കും. അങ്ങനെ നല്ല ആൾക്ക് ഖബർ എന്തായിരിക്കും? റൗളത്തും മിൻ റിയാദിൽ ജന്ന വഇമ്മ ഹുഫറത്തും മിൻ ഹുഫരിൻ നാർ. മുഅ്മിനാണെങ്കിൽ സ്വർഗ്ഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടമായിരിക്കും ഖബർ. കാഫിറാണെങ്കിൽ നരകത്തിലെ തീക്കുഴികളെ പോലെ ഒരു കുഴിയായിരിക്കും ഈ ഖബർ. സത്യവിശ്വാസിക്ക് അല്ലാഹു മദ്ദൽ ബസർ, കണ്ണെത്തുന്ന ദൂരത്തോളം ഖബർ വിശാലമാക്കി കൊടുക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിൽ നിന്ന് ഒരു വാതിൽ തുറന്നു കൊടുക്കും. ഒരുപാട് സുദീർഘമായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ ആ വിഷയത്തിൽ. അതുപോലെ തന്നെ അൻ തുഅ്മിന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞാൽ അതിൽ ഇതൊക്കെ പെടും എന്നാണ് ശൈഖ് ഇവിടെ പറയുന്നത്. ഇനി ഖദറിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തുഅ്മിന ബി അന്നല്ലാഹ തആല ഖദ്ദറ കുല്ല ഷൈഇൻ വദാലിക അന്നല്ലാഹ ഖലഖൽ ഖലം. അല്ലാഹു എല്ലാം ആദ്യമേ കണക്കാക്കിയിട്ടുണ്ട്. ആദ്യം അല്ലാഹു ഖലമിനെ പടച്ചു, എന്നിട്ട് അതിനോട് പറഞ്ഞു ഉക്തുബ്. ഉക്തുബ് എന്ന് പറഞ്ഞാൽ നീ എഴുതുക. അപ്പൊ ഖലം ചോദിച്ചു വമാദ അക്തുബ്, ഞാൻ എന്ത് എഴുതണം? ഖാല ഉക്തുബ് മാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എഴുതുക. ഞാനീ പറയുന്ന ഓരോ വാക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഫജറ ഫീ തിൽക സാഅതി ബിമാ ഹുവ കായിനുൻ ഇലാ യൗമിൽ ഖിയാമ. إذن فالإيمان في قوله إلا الذين آمنوا يشمل الإيمان بالأصول الستة التي بينها الرسول عليه السلام. ഈ കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളിൽ പെട്ടു. രണ്ടാമത്തേത് എന്താണ്? إلا الذين آمنوا وعملوا الصالحات. സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക, പ്രവർത്തിച്ചവരൊഴികെ. സൽപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ أنهم قاموا بالأعمال الصالحة من صلاة وزكاة وصيام وحج وبر للوالدين وصلة الأرحام وغير ذلك، فلم يقتصروا على مجرد ما في القلب بل عملوا وأنتجوا. والصالحات هي التي شيخ പറയുകയാണ് അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അവർ സൽപ്രവർത്തനങ്ങൾ ചെയ്യും. നമസ്കാരം പോലെ, സക്കാത്ത് പോലെ, നോമ്പ് പോലെ, ഹജ്ജ് പോലെ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക പോലെ, കുടുംബബന്ധം ചേർക്കുക പോലെ. ഇതിനൊന്നും അവർ വീഴ്ച വരുത്തിയിട്ടില്ല. ഖൽബിൽ മാത്രം അവർ മതിയാക്കിയില്ല, മറിച്ച് അതിന്റെ ഫലം പുറത്തേക്ക് വന്നു. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും.
വഅഅമാലിക്കും ഊന്നി പറയണമെന്നാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനിയൊക്കെ റിയാദുസ് സാലിഹിന്റെ പിന്നെ അടിക്കുറിപ്പ് എഴുതിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ചില ആളുകൾ അമൽ ചെയ്യാതിരിക്കാൻ ന്യായം പറഞ്ഞിട്ടുണ്ട്. പുറത്ത് നടന്നൊന്നല്ല അമൽ, കൽബിലാണ് അമൽ, എൻ്റെ കൽബിലുള്ള എനിക്കറിയോ എന്ന് ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബിലുള്ള ആർക്കും കാണാൻ കഴിയില്ല, ശരിയാണ്. പുറമേക്ക് അമലുള്ള ആളുടെ കൽബ് നന്നായിക്കൊള്ളണം എന്നില്ല. പക്ഷേ കൽബ് നന്നായി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, അത് പുറത്തേക്ക് വരണം. അങ്ങനെ തന്നെയാണ് അള്ളാഹു ശരീരങ്ങളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും വഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് എന്നാണ്. മനസ്സിലായല്ലോ? കൽബ് വേണം, കൽബിൽ ആദ്യം വേണം, എന്നിട്ട് പുറത്തേക്ക് വരണം എന്നാണ്. അമലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അത് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ രണ്ട് ഷർത്തില്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുക ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ഷഹാദത്തിൽ പോലും അത് അടങ്ങിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനകൾക്ക് അർഹനില്ല. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ഇഖ്ലാസ് വേണം. ഇബാദത്ത് വേറെ ആർക്കും കൊടുക്കുന്ന ശിർക്കുൻ അക്ബറും പാടില്ല, ആളുകളെ കാണിക്കാനോ കേൾപ്പിക്കാനോ ചെയ്യുന്ന ശിർക്കുൻ അസ്ഗർ ചെറിയ ശിർക്കും രണ്ടും പാടില്ല. ഇഖ്ലാസ് വേണം. വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. അപ്പോൾ ആര് പഠിപ്പിച്ചതുപോലെയാണ് അല്ലാഹുവിനെ ആരാധിക്കേണ്ടത്? ഇത്തിബാഉ സുന്ന. അതിനെതിരാണ് ബിദ്അ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബത്ത് പഠിപ്പിക്കാത്ത വിശ്വാസം, അതാദ്യം പറയണം. ചില ആളുകളുടെ വിചാരം കൂട്ടപ്രാർത്ഥനയും മൗലൂദ് മാത്രമാണ് ബിദ്അത്ത് എന്നാണ്. ബിദ്അത്ത് തന്നെ യാതൊരു സംശയമില്ല. പക്ഷേ ഇതൊന്നും ചെയ്യാത്ത ആൾ മുബ്തദിയാവില്ലേ? കടുത്ത മുബ്തദിയാവും. ഹദീസ് നിഷേധിക്കുന്നവൻ മുബ്തദിയാണവൻ. അതുപോലെ ഭരണാധികാരിക്കെതിരിൽ കലാപങ്ങൾ ഉണ്ടാക്കാം എന്ന് വിശ്വസിക്കുന്ന ഖവാരിജികളെ ആശയം പകർന്ന അൽ ഇഖ്വാനുൽ മുസ്ലിമൂനെ പോലുള്ള കക്ഷികൾ, അതിന്റെ വാലായ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള കക്ഷികൾ, ഇതൊക്കെ ബിദ്അത്തിന്റെ കക്ഷികളാണ്. കാരണം എന്താണ്? ഈ അസ്ലിലാണ് അവരുള്ളത്. അവർ കൂട്ടപ്രാർത്ഥന നടത്തിയില്ലെങ്കിലും, സുബിക്ക് കുനുത്ത് ഓതിയിട്ടില്ലെങ്കിലും, നബിദിനത്തിൽ കൂടിയിട്ടില്ലെങ്കിലും മുബ്തദിയാണ്. നെഞ്ചത്ത് കയ്യട്ടിയാനൊക്കെ അഹ്ലുസുന്നത്താണെന്ന് വിചാരിക്കരുത്. അതിൽ കടുത്ത മുബ്തദികളുണ്ടാവും. ഇങ്ങനത്തെ ഷിയാക്കളുടെയും ഖവാരിജികളുടെയും മുഅ്തസിലത്തിന്റെ ഒക്കെ ആശയം പകർന്ന മുൻഗാമികൾ ഏത് മുബ്തദിനെയാണോ അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്, ആ മുബ്തദിയാണ് ഈ കോലത്തിലുള്ളത്. ഇങ്ങനെയുള്ള മുബ്തദികളെ കുറിച്ചാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. വിശ്വാസത്തിലുള്ള ബിദ്അ അത്. അപ്പൊ ഇത് മാത്രമാണ് ബിദ്അത്ത് എന്ന് വിചാരിക്കരുത്. അതും ബിദ്അത്ത് തന്നെയാണ്. അതും ബിദ്അത്ത് തന്നെയാണ്. ചിലപ്പോൾ ഈ മൗലൂദുകളൊക്കെ ശിർക്ക് കൂടി കൂടിയ ബിദ്അത്താണ് കാണുന്നത്. ഇസ്ലാമിൽ തന്നെ പുറത്താക്കി കളയും. ശിർക്ക് കലർന്നാൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമ അല്ലാഹു അലൈഹി അൽ ജന്ന മൻ മാത യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖല അൻ-നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല. ഈ ബിദ്അത്തിനെതിരാണ് സുന്ന. ഇത്തിബാ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്ന രണ്ട് ഹദീസുകൾ ഓരോ മുസ്ലിമും പഠിച്ചു വെക്കണം. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അർബഊനിൽ കാര്യമായി എടുത്തു പറഞ്ഞ രണ്ട് ഹദീസുകളാണ്. ഒന്നാമത്തെ ഇമാം ബുഖാരി ഒന്നാമത് കൊടുത്ത ഹദീസ് തന്നെ. إنما الأعمال عن أمير المؤمنين عمر بن الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. എല്ലാവരും പഠിച്ചു വെക്കണം. ഒരുപാട് പുസ്തകങ്ങളിൽ മലയാളത്തിലൊക്കെ ഉള്ള അറബികളിലേക്ക് ഒരുപാട് പേര് പരിഭാഷ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലും ആർക്കും ഇപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. പഠിച്ചു വെക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഇമാം ബുഖാരി ഒന്നാമത് ഉദ്ധരിച്ച ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണോ ചെയ്യുന്നത്, എന്തുദ്ദേശം വെച്ചാണോ ചെയ്യുന്നത്, അത് നിയ്യ, അതിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഏത് മനുഷ്യനും അവൻ ചെയ്തത് മാത്രമേ, അവൻ ഉദ്ദേശിച്ചത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇബാദത്ത് ആർക്കാണ് എന്നത് തീരുമാനിക്കുന്നത് നിയത്താണ്. ഇബാദത്ത് ഏതാണ്, ഫർദാണോ സുന്നത്താണോ, അതും തീരുമാനിക്കുന്നത് എന്താണ്? നിയത്താണ്. മനസ്സിലാണ്. ഇബാദത്ത് ഉസല്ലി ഫർദ് ദുഹരി അല്ലെങ്കിൽ പിന്നെ നവൈതു സൗമ അദിൻ സൗമ ഗദിൻ എന്ന് പറഞ്ഞുള്ള നിയത്ത് ലഫ്ദ് കൊണ്ട് നാവ് കൊണ്ട് പറയൽ ബിദ്അത്താണ്. ബിദ്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. ഒരു അമലിനും പഠിപ്പിച്ചിട്ടില്ല. ഒരു അമലിനും.
ഉംറക്കും ഹജ്ജിനും നാവുകൊണ്ട് പറഞ്ഞ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറയുന്നത് നിയ്യത്ത് പറയുന്നതല്ല. അത് നിസ്കാരത്തിൽ നമ്മൾ നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് അല്ലാഹു അക്ബർ എന്നൊരു കൈയിട്ടൂലേ, അതാണത്. ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം പോലെയാണ് ഹജ്ജിൽ പ്രവേശിക്കുന്നതാണ്. ഹജ്ജിന്റെ അമലാണിത് ഇഹ്റാം കിട്ടുക എന്നുള്ളത്. ഉംറയുടെ 4 റുക്കിനിലൊന്നതല്ലേ ഇഹ്റാം, അതുപോലെ തവാഫ്, സഈ, മുടികളെയാണ് ഇതല്ലേ. അപ്പൊ അതാണത്, നിയ്യത്ത് പറയുന്നതല്ല. അങ്ങനെ വിശ്വസിക്കുക ഉലമാക്കൾ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നിയ്യത്താണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ മാത്രം പറയാൻ പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കുക. പക്ഷെ ഇങ്ങനെയാണ് ഉലമാക്കൾ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറയാം, ബാക്കിയുള്ളതിന് പറയൽ അല്ലെങ്കിലും വിദാത്താണ്. മനസ്സിലായല്ലോ. അങ്ങനെ പറയാൻ പാടില്ല, മനസ്സിൽ കരുതുക. ഇനി ഒരു അമലിനെ വേറെ അമലിന് വേർതിരിക്കുന്ന നിയ്യത്താണ്. ഇനി മാത്രമല്ല, ഇബാദത്തല്ലാത്ത സാധാരണ കാര്യങ്ങളുണ്ടല്ലോ, ആദത്തുകൾ, ശീലങ്ങൾ, അതിൽ നിന്ന് ഇബാദത്തിനെ വേർതിരിക്കുന്നതും എന്താണ്? നിയ്യത്താണ് അല്ലേ. അതുകൊണ്ടാണ് പല മുൻഗാമികളും പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ആദാതു അഹ്ലിൽ യഖ്ളതി ഇബാദാതുൻ വഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദാതുൻ. അഹ്ലുൽ യഖ്ള, നല്ല ഉണർച്ചയുള്ള ബുദ്ധിയുള്ള ഈമാനുള്ള ആളുകൾ, അവരുടെ ആദത്തുകൾ വരെ ഇബാദത്തുകളാണ്. കാരണം അവർ സാധാരണ ആദത്തായി ചെയ്യേണ്ട പല കാര്യം വരെ അള്ളാഹുവിലുള്ള നല്ല നിയ്യത്ത് വെച്ച് അവർ ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടും. ഒരാൾ കച്ചവടം ചെയ്യാൻ, അയാൾ ആ കച്ചവടം ഇങ്ങനെ വെറുതെ കച്ചവടം ചെയ്യാതെ അയാൾ മനസ്സിൽ നിയ്യത്താക്കാൻ, എന്ത്, ഈ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടായാൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് പോറ്റണം, കുടുംബത്തിന് പോയിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള പോലും അള്ളാഹു പ്രതിഫലം തരുന്നതാണ്. പിന്നെ എനിക്ക് ദാനം ചെയ്യണം, ദീനി ആയി ഉപയോഗിക്കണം, ആരോടും ചോദിക്കാതെ നല്ലവർക്ക് മാന്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സമ്പാദിച്ച് ജീവിക്കണം എന്ന മഹത്തായ ഒരു നിയ്യത്ത് അയാൾക്കുണ്ടെങ്കിൽ അയാൾക്കതിന് പ്രതിഫലം കിട്ടും അയാൾക്ക്. അതാണ് ആദാത്ത് അഹ്ലിൽ യഖ്ളതി ഇബാദാത്ത്. ആദത്ത് ഒരാള് പിന്നെ എന്തെങ്കിലും ഒരു ആദത്തായ കാര്യം, ഭക്ഷണം കഴിക്കണം, ആദത്ത്, അത് അയാൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. അയാളുടെ നിയ്യത്ത് മഹത്തായ ഒരു നിയ്യത്ത് അതിന്റെ പിന്നിലുണ്ടെങ്കിൽ. അങ്ങനെ തന്നെയാണ് മക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്. മനസ്സിലായല്ലോ. ഇനി നേരെ തിരിച്ച് അഹ്ലുൽ ഗഫ്ലത്ത് ഉണ്ട്, ഒരു കഥയും ബോധമില്ലാതെ നടക്കുന്ന കൗമ്. അവരുടെ ഇബാദത്ത് വരെ എന്താവും? ആദത്താവും. ഇവരുടെ ആദത്ത് എന്താവും? ഇബാദത്താവും. മറ്റവരുടെ ഇബാദത്ത് എന്താവും? ആദത്താവും. ഇങ്ങനെ ചുറ്റിട്ടത് പോലെയാണ് ഇബാദത്ത്. ഒരു നിയ്യത്തുമില്ല, മനസ്സിലൊന്നുമില്ല. അവരുടെ ഇബാദത്ത് വരെ എന്തായി പോവും? ആദത്തായി. സുബ്ഹാനല്ലാഹ്. ഇത്ര മഹത്തായ കാര്യമാണ് ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു ഈ ആദാത്ത് പോലും ഇബാദത്തുകളാകുന്ന, ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുന്ന സാലിഹികളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതാണ് നിയ്യത്ത്. അടുത്തത് രണ്ടാമത്തെ റുക്ന് പഠിപ്പിക്കുന്ന ഹദീസാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മറ്റൊരു റിവായത്തിലുള്ളത് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിലില്ലാത്ത വല്ല പുതിയതും ആരെങ്കിലും ചെയ്താൽ റദ്ദുൻ, അത് തള്ളപ്പെട്ടത്, ചവറ്റുകൊട്ടയിലാണ് അതിന്റെ സ്ഥാനം, തള്ളപ്പെട്ടിരിക്കുന്നു, അത് സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാത്തത് കൊണ്ട്. ഇതാണ് അടുത്തടുത്ത. അപ്പോൾ 2 ഷർത്തും വേണം. അള്ളാഹ്ക്ക് വേണ്ടി ആണ് മൗലൂദ് വന്നത്. ചില ആളുകൾ പൈസ കിട്ടാൻ വേണ്ടി മൗലാദ് വന്ന് പറയാറുണ്ട്. എന്നാലും പല ആളുകളും ഇഖ്ലാസോടെ അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാൻ വേണ്ടി അള്ളാഹു പഠിപ്പിക്കാത്ത മൗലൂദുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊല്ലുന്നു. ഇഖ്ലാസുണ്ട്, പക്ഷെ എന്തില്ല, ഇത്തിബായില്ല, അമല് മുടിഞ്ഞു വരും. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് വിചാരിച്ചു അള്ളാഹു കൂലി തരും എന്ന് വിചാരിച്ചിട്ടാണ് ഒരു അമൽ ചെയ്യുന്നത്, ഏതെങ്കിലും അമൽ. നേരെ തിരിച്ച് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കുന്നു, പക്ഷേ അമലങ്ങനെയാണ്, പക്ഷെ അയാളുടെ ഉദ്ദേശം വേറെ ആരെങ്കിലും കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ സദഖ കൊടുക്കുന്നു. 2 ഷർത്തും ഉണ്ടായാലല്ലാതെ അള്ളാഹു സ്വീകരിക്കും. അതാണ് ശൈഖ് ഇവിടെ വിശദീകരിക്കുന്നത്. കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. അൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ മനുഷ്യരും എന്നാണ് പെടുക. ഇല്ലല്ലദീന ആമനു,
وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. 4 ഗുണങ്ങൾ ഉള്ളവരല്ലാതെ. ഒന്നാമത് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, ഈമാനുള്ളവർ. ഈമാൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം, റസൂലുള്ളാഹി അറിയിച്ചു തന്ന കാര്യങ്ങളെല്ലാം ആ വിശ്വാസത്തിൽപ്പെടും. പ്രത്യേകിച്ച് ഹദീസ് ജിബ്രീലിൽ വന്നിട്ടുള്ള ഈമാൻ കാര്യങ്ങൾ, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽഖദരി ഖൈരിഹി വശർരിഹി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈമാൻ കാര്യം എന്ന് പഠിച്ച 6 കാര്യങ്ങൾ പ്രത്യേകമായും അതിൽ പെടും. അതുപോലെ അമൽ സാലിഹാത്ത്, അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അമൽ സാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ. ഒരു കാര്യം സൽപ്രവർത്തനമാകണമെങ്കിൽ 2 നിബന്ധനകൾ അതിന് ഉണ്ടാവുക തന്നെ വേണം. ആ 2 നിബന്ധനകളില്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. ഒന്ന് ആയാലും സ്വീകരിക്കുകയില്ല. അൽ അവൽ അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ. ഒന്നാമത്തേത് എന്താണ്? അൽ ഇഖ്ലാസ്. ആ കാര്യം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. വലിയ ശിർക്കോ ചെറിയ ശിർക്കോ അതിൽ കലരാൻ പാടില്ല. വലിയ ശിർക്ക് കലർന്നാൽ സകല അമലും പൊളിഞ്ഞു പോകും. ചെറിയ ശിർക്കാണെങ്കിൽ ചെയ്യുന്ന ആ അമൽ പൊളിഞ്ഞു പോകും. ശിർക്ക് ഒരിക്കലും അള്ളാഹു പൊറുക്കുകയില്ല, അതിൽ നിന്ന് മടങ്ങി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാലല്ലാതെ. ഈ ഇഖ്ലാസ് വേണം. രണ്ടാമത്തേത് അൽ മുതാബഅതു ലിർറസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, കാണിച്ചു തന്നതുപോലെ ആയിരിക്കണം. ഓരോരുത്തർക്ക് അവർക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണെങ്കിലും അള്ളാഹു സ്വീകരിക്കുകയില്ല. വദാലിക അന്നൽ അമൽ ഇദാ ലം യകുൻ ഖാലിസൻ ലില്ലാഹ് ഫഹുവ മർദൂദുൻ. അമൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കുകയില്ല, അത് മർദൂദാണ്, തള്ളപ്പെട്ടതാണ്. قال الله تبارك وتعالى في الحديث القدسي الذي يرويه النبي صلى الله عليه وعلى آله وسلم. ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസുൻ ഖുദുസി, അഥവാ അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഹദീസിനാണ് എന്ത് പറയുക? ഹദീസുൻ ഖുദുസിയുൻ. ഖുദുസിയായ ഹദീസ്, ഖുദുസിയ പരിശുദ്ധമായത് എന്നാണ് അതിന്റെ അർത്ഥം. ഈ പറയാൻ പോകുന്ന ഹദീസ് ഈ കിതാബിൽ തന്നെ മുമ്പ് ഒരു സ്ഥലത്ത് ഉദ്ധരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഷെയ്ഖ് പറയുന്നത്, മുമ്പ് പറഞ്ഞിരിക്കുന്നു. അഥവാ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് കിതാബ് സുഹദ്, സഹീഹ് മുസ്ലിമിലെ കിതാബ് സുഹദ് എന്ന അധ്യായത്തിൽ. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. അന അഗ്ന ശുറകാഇ അനി ശിർക്ക്. പങ്ക് ആവശ്യമില്ലാത്തവനാണ് ഞാൻ. അള്ളാഹു ശുറക്കാ, അള്ളാഹിനെ ശരീക്കാക്കിയിട്ടുണ്ട് പലരും. പക്ഷെ അങ്ങനെയുള്ളതിന് പങ്കാവശ്യമില്ലാത്തവനാണ് അള്ളാഹു. ഒരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ പങ്കുണ്ടല്ലോ, അത് അള്ളാഹ്ക്ക് ആവശ്യമില്ല. അള്ളാഹ്ക്ക് മാത്രമാണെങ്കിൽ മാത്രമേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. പങ്കാവശ്യമില്ലാത്ത എന്നാൽ ശരീക്കാക്കപ്പെട്ട അവനാണ് അള്ളാഹു. അള്ളാഹിനെ ശരീക്കാക്കിയിട്ടുണ്ട് പലരും, പക്ഷെ അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഇല്ല. അള്ളാഹു സ്വീകരിക്കില്ല. മൻ ആമില അമലൻ, അള്ളാഹു പറയുകയാണ്, മൻ അമല അമിലൻ അശ്റക ഫീഹി മഈ ഗൈരി തറക്തുഹു വശിർക. ആരെങ്കിലും ഒരു അമല് ചെയ്തു, അശ്റക ഫീഹി മഈ ഗൈരി, അതിൽ എന്റെ കൂടെ മറ്റു വല്ലവരെയും അവൻ പങ്കു ചേർത്തുവെങ്കിൽ തറക്തുഹു, അവനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, വശിർകഹു, അവന്റെ പങ്കും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹ്ക്ക് വേണ്ട. അത് വലിയ രീതിയിൽ ഇബാദത്ത് തന്നെ മറ്റുള്ളവർക്കാണെങ്കിൽ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള വലിയ ശിർക്കാണെങ്കിൽ ആണെങ്കിലും ശരി, അതല്ല ഒരാളെന്തെങ്കിലും ചെയ്യുന്നത് സദഖ കൊടുക്കുകയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി, നാട്ടുകാർ നല്ല ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടി, അള്ളാഹു അള്ളാഹു സ്വീകരിക്കുക. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാ. അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടില്ല അള്ളാഹ്ക്ക് മാത്രം ആയിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാനല്ലാതെ, അത് മാത്രമേ അള്ളാഹ്ക്ക് ആവശ്യമുള്ളൂ. ഷേഖ് പറയുന്നു, ഫലൗകും തതുസല്ലി മുറാഅതൻ ലിന്നാസ്. നീ നമസ്കരിക്കുകയാണെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ആളുകളെ കാണിക്കാൻ. ഔ തസദ്ദഖ്ത മുറാഅതൻ ലിന്നാസ്, അല്ലെങ്കിൽ നീ ദാനം ചെയ്യുകയാണ് ആളുകളെ കാണിക്കാൻ. ഔ തലബ്ത അൽ ഇൽമ മുറാഅതൻ ലിന്നാസ്, അല്ലെങ്കിൽ നീ
ഇൽമ പഠിക്കുകയാണ്, മതവിജ്ഞാനം സ്വീകരിക്കണം. എന്തിനു വേണ്ടി? ആളുകളെ കാണിക്കാൻ വേണ്ടി. അവൻ ചോദിക്കുമല്ലോ, എന്താ ഇന്നലെ കാണാത്തത്, ഇവ നാളെ അവനെ കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇൽമ പഠിക്കാൻ ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അറിയണം ഞാൻ താലിബ് ഇൽമാണെന്ന് അറിയണം എന്നതിനു വേണ്ടി ഇൽമ പഠിക്കുക. ഔ വസൽത റഹിം, അല്ലെങ്കിൽ നീ കുടുംബബന്ധം ചേർക്കുക. മുറാഅത്തൻ ലിന്നാസ്, ജനങ്ങളെ കാണിക്കാൻ. ഔ ഗൈരി ദാലിക്, ഇതിലേതെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും ഒന്നാകട്ടെ. ഫൽ അമലു മർദൂദുൻ, ചെയ്ത പണി ബാത്തിലാണ്, അത് അല്ലാഹു തള്ളിക്കളയും. ഹത്താ വഇൻ കാന സാലിഹൻ ഫി ളാഹിരിഹി, പുറമേക്ക് അത് നല്ല സാലിഹായ പ്രവർത്തനമാണെങ്കിലും ശരി. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറയോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളാരാണ്? ഒരു മനുഷ്യൻ, അയാൾ ഇസ്ലാമിന് വേണ്ടി പോരാടി മരിച്ച ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിളിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, നിനക്ക് ഞാൻ ഇന്ന അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ലേ, നീ അതിനെന്താണ് പകരം ചെയ്തത്? അയാൾ പറയും, ഖാതൽതു ഫീക ഹത്താ ഖുതിൽതു, അല്ലാഹു ഞാൻ നിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തു, ഞാൻ പോരാടി മരിക്കുവോളം. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഖാതൽത, നീ യുദ്ധം ചെയ്തത് എന്തിനാണ്? നിന്നെ പറ്റി ആളുകൾ ജരീഉൻ, നീ നല്ല ധീരനാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അള്ളാഹു കൽപ്പിക്കും, അവനെ മുഖം നിലത്ത് വലിച്ചരച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നെ ഒരാളെ കൊണ്ടുവരും. ആരാണത്? ഒരു ആലിം അല്ലെങ്കിൽ ഒരു ഖാരി. രണ്ട് റിവായത്ത് വന്നിട്ടുണ്ട്. ദീൻ പഠിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ ഖുർആൻ പഠിച്ച ഒരാൾ. അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന് അനുഗ്രഹങ്ങളൊക്കെ ചെയ്തു തന്നില്ലേ, നീ എന്താണ് അതുകൊണ്ട് ചെയ്തത്? അയാൾ പറയും, ഞാൻ തഅല്ലംതുൽ ഇൽമ വഅല്ലംതു, ഞാൻ ദീൻ പഠിച്ചു എന്നിട്ടത് പഠിപ്പിച്ചു. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക തഅല്ലംതൽ ഇൽം ലിയുഖാല ആലിമുൻ, നീ എന്തിനാണ് പഠിച്ചത്? ഒരു ആലിമാണെന്ന് ആളുകൾ പറയാം, അല്ലെങ്കിൽ ഖാരിയാണ്, നല്ല ഓത്തുകാരനാണെന്ന് ആളുകൾ പറയാൻ വേണ്ടിയാണ്. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു, അത് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആളോട് അങ്ങനെ തന്നെ പറയും, ധീരനാണെന്ന് പറയുമ്പോൾ ഫഖദ് ഖീൽ, അത് ആളുകൾ പറയും, ഇത് ഉദ്ദേശം നടന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു കൽപ്പിക്കും, ഇയാളെയും സുബ്ഹാനല്ലാഹ് ദീൻ പഠിപ്പിച്ച ആളെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വലിച്ചയച്ച നരകത്തിൽ പെടുന്ന. മൂന്നാമതൊരാളെ കൊണ്ടുവരും. ആരെയാണ്? ഒരു പണക്കാരൻ. അല്ലാഹു അയാളോട് ചോദിക്കും, നിനക്ക് അനുഗ്രഹങ്ങൾ ചെയ്ത് തന്നില്ല, നീ എന്താണ് ചെയ്തത്? അയാൾ പറയും, അല്ലാഹുവേ, ഞാൻ ചെലവഴിക്കാനുള്ള ഒരു വഴിയും വിട്ടിട്ടില്ല, നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു. അല്ലാഹു പറയും, കദബ്ത, നീ പറഞ്ഞത് കളവാണ്. മറിച്ച് നീ ചെയ്തത് എന്തിനാണ്? ലിയുഖാല ജവാദുൻ, അയാൾ നല്ല ഉദാഹരണമാണ്, എന്താ അയാളെപ്പോലെ ദാനശീലം വേറെ ആരാളുള്ളത് എന്നൊക്കെ ആളുകൾ പറയാൻ വേണ്ടിയാണ് നീ കൊടുത്തത്. അത് പറയപ്പെട്ടു കഴിഞ്ഞു. അയാളെ ഇതേപോലെ വലിച്ചയച്ച് നരകത്തിൽ വലിച്ചത്. സുബ്ഹാനല്ലാഹ്, റിയായിന്റെ അപകടം നോക്കും, സുംഅത്തിന്റെ അപകടം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലബുൽ ഇൽമിനെ പറ്റി പറഞ്ഞു, ദീൻ പഠിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമ ഔ ലിയുമാരിയ ബിഹി സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി അദ്ഖലഹു അല്ലാഹു ജഹന്നം. മതവിജ്ഞാനം ആരെങ്കിലും മൻ തഅല്ലമൽ ഇൽമ പഠിച്ചു, എന്തിനു വേണ്ടിയാണ്? ലിയുജാരിയ ബിഹിൽ ഉലമ, പണ്ഡിതന്മാരുടെ സാമീപ്യം നേടുവാൻ. അവനിങ്ങനെ മൗലവിമാരൊക്കെ കൂടെ നടക്കാൻ വേണ്ടി അവനെന്ത് ചെയ്തു? ദീൻ പഠിക്കുകയാണ്. ആലിങ്ങളുടെ കൂടെ അവരെ കൂടെ കൂടാൻ വേണ്ടി. ഔ ലിയുമാരിയ ബിഹി സുഫഹ, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആളുകളോട് തർക്കിക്കാൻ വേണ്ടി, വിഡ്ഢികളോട് തർക്കിക്കുവാൻ, അല്ലെങ്കിൽ ആലിമുകളുടെ കൂടെ ചേരുവാൻ, കൂടെ നടക്കുവാൻ. ഔ യസ്രിഫ ബിഹി വുജൂഹൻ നാസി ഇലൈഹി, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ അവനിലേക്ക് തിരിക്കുവാൻ, ആളുകളുടെ മുഖം അവനിലേക്ക് തിരിക്കാൻ പ്രശസ്തി ആഗ്രഹിച്ചുകൊണ്ട്, അതിനു വേണ്ടിയാണ്. അവന്റെ ഉദ്ദേശം എന്താണ്? അതാണ്. അദ്ഖലഹു അല്ലാഹു ജഹന്നം, അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം എല്ലാം. മുസ്ലിമിന്റെ ഹറക്കാത്തും സകനാത്തും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. നീ മിണ്ടാതിരിക്കുന്നെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി, നീ ചലിക്കുന്നെങ്കിൽ അത് അള്ളാഹുവിന് വേണ്ടി. എന്നാൽ ഏറ്റവും പ്രയാസമുള്ളത് ഇത് തന്നെയാണ്. മുൻഗാമികൾ പറഞ്ഞു, ഇഖ്ലാസ് നിലനിർത്താൻ ഉള്ള പ്രയാസം പോലെ വേറെ ഒന്നിനും പ്രയാസമില്ല. കാരണം അത് ഖൽബിനാണ്. പിടിച്ചു വെക്കാൻ പറ്റുമോ? പോകുമ്പോൾ ഇല്ല, വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവണം.
കദാലിക്കൽ ഇത്തിബാ, അതുപോലെ തന്നെയാണ് എന്ത് ഇത്തിബാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആയിരിക്കണം. ലൗ അന്നക അമിൽത അമലൻ ലം യഅമൽഹു റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം വതഖറബ്ത ബിഹി ഇല അല്ലാഹി മഅൽ ഇഖ്ലാസ് ലില്ലാഹ് ഫഇന്നഹു ലാ യുഖ്ബലു മിൻക. നീ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, ഇഖ്ലാസോടെ ചെയ്യുകയാണ്. ബിദഅത്തുകളുടെ അവസ്ഥ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക അള്ളാഹിന്റെ പ്രീതി ഉന്നയിച്ചിട്ട് അള്ളാഹു കൂലിയായിരുന്നു വിചാരിച്ചിട്ടാണ്. അവർ അമൽ സ്വീകരിക്കുകയില്ല, മാത്രമല്ല ശിക്ഷയാണ് അതിനുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അന ഫർതുകും അലൽ ഹൗദ്, ഞാൻ ഹൗദിൽ നിങ്ങളെക്കാളും മുൻപേ എത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, അത് ചില ആളുകൾക്ക് തടയപ്പെടും. ആരാണത്? എന്റെ ഉമ്മത്താണെന്ന് പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിയോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക, നിനക്കറിയില്ല നിനക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ഈ ദീനിൽ പുതുതായി ഉണ്ടാക്കിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ദീനിൽ മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ ആട്ടിയകറ്റും. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കുത്തും കൊലപാതകം എന്നല്ല ബിദഅത്ത്. പിന്നെ നല്ലതാണെന്നാണ് ആളുകൾ വിചാരിക്കുന്നു, വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിരിക്കും. ഇന്നല്ലാഹ ഹജബ തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു, അല്ലാഹു ഏതൊരു ബിദ്അത്തുകാരന്റെയും തൗബ തടഞ്ഞു വെച്ചിരിക്കുന്നു, അവൻ ബിദ്അത്ത് ഒഴിവാക്കുന്നത് വരെ. കാരണം ബിദ്അത്ത് പറഞ്ഞാൽ അള്ളാഹിന്റെ പേരിൽ കളവ് പറയല. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞു അവർക്ക് ചില പങ്കുകാരുണ്ടോ, അള്ളാഹു അനുവദിക്കാത്തത് ദീനായി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. അതാണ് ചെയ്യുന്നത്, അള്ളാഹിന്റെ പേരിൽ കളവ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം അത് പാലിച്ചില്ല എന്ന് പറയലാണ് ബിദ്അത്ത്. അതാണ് ഇമാം മാലിക് പറഞ്ഞത്, മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ റആഹ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ആരെങ്കിലും ഇസ്ലാമിൽ മുൻമാതൃകയില്ലാത്തൊരു കാര്യം ഉണ്ടാക്കി എന്നിട്ട് അവൻ അതിനെ നല്ലതായി കാണുകയാണെങ്കിൽ അവൻ ബാധിച്ചിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. അള്ളാഹ് ഏൽപ്പിക്കാൻ പറഞ്ഞു, എത്തിക്കാൻ പറഞ്ഞത് നബി എത്തിച്ചില്ല. അതല്ല ഇവൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. കാരണം അള്ളാഹു പറഞ്ഞാൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിനക്ക് ഞാൻ ദീൻ പൂർത്തിയാക്കി, നിങ്ങൾക്ക് ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, അനുഗ്രഹം സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിന്റെ മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അന്ന് ദീനല്ലാത്തൊന്നും പിന്നെ ദീനല്ല. അപ്പൊ പുതുതായി ഉണ്ടാക്കിയാൽ നബി പലതും നമുക്ക് പഠിപ്പിച്ചു തന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കൂലിട്ടാൻ ഇങ്ങനെയും കുറെ കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. നബിയോട് അല്ലാഹു പറഞ്ഞെന്താ? യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക് ഫഇൻ ലം തഫഅൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസ്. നബിയെ, താങ്കൾക്ക് എന്താണോ വഹി തന്നിട്ടുള്ളത് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, ഇറക്കി തന്നത് അത് എത്തിച്ചു കൊടുക്കുക. അത് ചെയ്തില്ലെങ്കിൽ റിസാലത്ത് എത്തിച്ചു കൊടുക്കാത്ത ആളായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചില്ലേ? എത്തിച്ചിട്ടുണ്ട്. നബിക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ് സെയ്ദിന്റെ മകളെ ഭാര്യ വിവാഹം ചെയ്യാൻ പറഞ്ഞത്. നബിയുടെ വളർത്തുപുത്രനുണ്ടല്ലോ, ഖുർആനിലെ ഒറ്റ സഹാബിയുടെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ. ഏത് സഹാബിയാണ്? സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ മുഹമ്മദ് എന്നാണ് ആളുകൾ ആദ്യം വിളിച്ചിരുന്നത്. കാരണം നബിയുടെ വളർത്തുമകനാണ്. അള്ളാഹു പറഞ്ഞ അങ്ങനെ വിളിക്കരുത്, ഉദ്ഉഹും ലിആബാഇഹിം, സ്വന്തം ഉപ്പയിലേക്ക് ചേർത്ത് വിളിക്കുക. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹ് വഖാതമൻ നബിയീൻ. സൂറത്തുൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞല്ലോ, മുഹമ്മദ് നിങ്ങളിൽ ഒരാളുടെയും പുരുഷന്മാരുടെ പിതാവല്ല, മറിച്ച് അള്ളാഹുവിന്റെ റസൂലാണ്, അന്തിമ പ്രവാചകനാണ്. അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ കൂട്ടി വിളിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് സൈനബിനെ വിവാഹം ചെയ്ത് പിന്നെ തലാഖ് ഇല്ലപ്പോ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു വിവാഹം ചെയ്യാൻ. എനിക്ക് പ്രയാസം ഉണ്ടായി. കാരണം എന്താ? ആളുകൾ പറയും സ്വന്തം മോന്റെ ഭാര്യയെ വിവാഹം ചെയ്തു അങ്ങനെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അള്ളാഹു പറഞ്ഞതാണല്ലോ ചെയ്യണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അള്ളാഹു പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. നാടും വീടും പലതും ഇസ്ലാമിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വരും. ചിലപ്പോ അഭിമാനവും ഉപേക്ഷിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾ പരിഹസിക്കുന്നത് പഠിക്കാതെ അതിനെ കുറിച്ചാണ് അള്ളാഹു ആ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. അല്ലദീന യുബല്ലിഗൂന റിസാലത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ.
അള്ളാഹുവിന്റെ റിസാലത്ത് അങ്ങനെ തന്നെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നു, അള്ളാഹിനെ ഭയപ്പെടുന്നു, അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഒരാളെയും പേടിക്കുകയില്ല. വകഫാ ബില്ലാഹി ഹസീബ, കണക്ക് നോക്കാൻ അള്ളാഹു മതി. അള്ളാഹിന്റെ ദിനം അങ്ങനെ തന്നെ പറയണം, ആളുകളെ നോക്കിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, മുൻ കഴിഞ്ഞ പ്രവാചകന്മാർ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തിയാക്കിയിരിക്കുന്നു ദീൻ, വേറൊന്നും കൂട്ടിച്ചേർക്കേണ്ടതില്ല. കൂട്ടിച്ചേർത്താൽ അത് വൻപാപങ്ങളെക്കാളും വലിയ തെറ്റാണ്, കൊലപാതകത്തെക്കാളും വലിയ തെറ്റാണ് എന്ത്? ബിദ്അത്ത്. ശിർക്ക് കഴിഞ്ഞാൽ തൊട്ട് താഴെയാണ് ബിദ്അത്ത്. കാരണം അതാണ് സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, അൽ ബിദ്അത്തു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയ ലിഅന്ന അൽ ബിദ്അത ലാ യുതാബു മിൻഹാ. ഇബ്ലീസിനെ മാസിയത്തിനേക്കാളും ഇഷ്ടം, പാപങ്ങളെക്കാളും ഇഷ്ടം എന്താണ്? ബിദ്അത്താണ്. കാരണം ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യുകയില്ല. നല്ലതാണ് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്, പിന്നെ തൗബ ചെയ്യോ? അതുകൊണ്ടാണ് തെറ്റാണെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നത്. മറ്റു വൻഭാഗം കള്ളുപിടിക്കുന്നവനോട് തെറ്റാണെന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കൂല, നീ പറയുന്നത് ശരിയാണ്, പിന്നെ നിർത്തണമെന്നുണ്ട്, എന്താ ചെയ്യാ എന്ന് പറയും. പൊതുവെ ആളുകൾ അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണ് പലർക്കും ശിർക്ക് വിദഅത്തിനെ എതിർക്കാതെ മറ്റു പലതും പറഞ്ഞിട്ട് എക്സ്പ്രസ് ഹൈവേയും കൊക്കക്കോളയും ചെങ്ങറ സമരവും അങ്ങനെ ആദിവാസികളുടെ പ്രശ്നവും ഇങ്ങനത്തെ എല്ലാവർക്കും പൊതുവെ അത് ശരി തന്നെയല്ലോ എന്ന് തോന്നുന്ന കാര്യം പറയുന്നത് എന്തുകൊണ്ടാ? ആളുകളെ പിടിച്ചിട്ടാണ്. ആളുകൾക്ക് ഇത് പറയുന്നത് ഇഷ്ടപ്പെടില്ല, അവർ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആളുകളെ പിടിച്ചിട്ടാണ് അങ്ങനെ പറയേണ്ടത് പറയാത്തത്. യഥാർത്ഥത്തിൽ അത് ദുനിയാവിൽ മാത്രം ബാധിക്കുന്ന പല കാര്യങ്ങൾ. പക്ഷെ വിദഅത്ത് ചെയ്താലോ, ഇവൻ ശിർക്ക് ചെയ്താലോ ഇവൻ പരലോകത്താണ് കുടുങ്ങി പോവുക. അതാണ് ആദ്യം പറയേണ്ടത് ജനങ്ങളോട്. കാരണം അവരോട് നസീഹത്ത് ഉണ്ടെങ്കിൽ, അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അതാണ് ആദ്യം പറയുന്നത്. പരലോകത്തെ രക്ഷയല്ല ഏറ്റവും വലിയ രക്ഷ. ദുനിയാവിലൂടെ എന്ത് പ്രയാസം ഉണ്ടായാലും പരലോകത്തെ രക്ഷപ്പെടണം. പക്ഷെ ദുനിയാവിൽ മാത്രം ഉണ്ടായാൽ മതി, ദുനിയാവിൽ നമ്മൾ പ്രയാസമില്ലാതെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു നമ്മുടെ ഈ കാര്യത്തിലില്ലാത്തത്, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ദീനിലില്ലാത്തൊരു കാര്യം ചെയ്താൽ ഫഹുവ റദ്ദുൻ. ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് ഈ ഹദീസ്. ഇമാം മുസ്ലിമിന്റെ റിവായത്താണ്, ബുഖാരിയിലുണ്ട്, മൻ അഹ്ദസ ഫി അംരിന ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരുടെ ഹദീസാ? ഏത് സഹാബിയ? ആയിഷ റളിയല്ലാഹു അൻഹ. ഇഖ്ലാസ് പഠിപ്പിക്കുന്ന ഹദീസ് ആരാ റിവായത്ത് ചെയ്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന ഹദീസ്. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമും മറ്റു ദീനും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മറ്റുള്ള ദീനിൽ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടാവും? അല്ല, നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് നമ്മൾ പണ്ട് ഇവിടെ ചെയ്തു വരുന്നതാണ്. പണ്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നത്ര, അങ്ങനെയാണത്ര ഇതിന്റെ ഐതിഹ്യം. പേരെന്താ? ഐതിഹ്യം. പുരാണക്കെട്ട്. ആരാ ചെയ്യുന്നത്? ആർക്കും അറിയില്ല. ആർക്കും തുടങ്ങാം, ആദ്യം എഴുതി വെച്ച് തുടങ്ങും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടുപുര ഉണ്ടാക്കും, പിന്നെ അത് ഊട്ടുപുരയാവും. അങ്ങനെ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ശ്രീ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞ വലിയ ഇതായി മാറും. കാരണം എന്താ? അതങ്ങനെ ആളുകൾ ചെയ്യുന്നതാണ്ട ഉണ്ടായിക്കോളും. ഏതാൾ ദൈവം വന്നാലും നാലുണ്ടാവും. ഇവിടെ തലശ്ശേരിയില്ല ഒന്ന്. അപ്പൊ ഉണ്ടാക്കാൻ യാതൊരു പ്രകാരം എന്താ? ദീനിന്റെ അടിസ്ഥാനമില്ല, ആർക്കും ഇത് ഉണ്ടാക്കാം. എന്താ പിന്നെ ഇസ്ലാമും മറ്റു ദീനും തമ്മിലുള്ള വ്യത്യാസം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ തോന്നിയത് പോലെ ഉണ്ടാക്കാൻ പറ്റൂല. തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള ദീനാണ്. ഷഹാദത്തിൽ തന്നെ ഉണ്ടത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂൽ. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യേണ്ടത് ആര് പഠിപ്പിച്ചതുപോലെയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനാണ് റസൂലിനെ അയച്ചത്. പിന്നെ റസൂലിനെ അയച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ വഹീ, അള്ളാഹിനെ എങ്ങനെ ആരാധിക്കണം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. ഒരാൾക്കും പുതിയതുണ്ടാക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തറക്തുക്കും അലൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വെളുവെളുത്തൊരു മാർഗത്തിലാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകല് പോലെ വെട്ടിത്തിളങ്ങുന്നതാണ്. ലാ യസീഗു അൻഹാ ബഅദി ഇല്ലാ ഹാദി, നശിച്ചവനല്ലാതെ എനിക്ക് ശേഷം ഇന്ന് തെറ്റിപ്പോകില്ല. ഇസ്ലാം വ്യക്തമാണ്. തറക്തു ഫീകും ഷൈഅൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ,
അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റി പോവുകയില്ല. കിതാബല്ലാഹ് വസുന്നത റസൂലിഹി, അള്ളാഹുവിന്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തും. അതാരും മനസ്സിലാക്കിയത് മനസ്സിലാക്കണം. സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ ഖുർആൻ അള്ളാഹു പറഞ്ഞതാണ്, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ സന്മാർഗത്തിലാകുമായിരുന്നു. വഇൻ തവല്ലൗ, അതിൽ നിന്ന് അവർ തെറ്റിപ്പോയാൽ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, അവർ പരസ്പരം കക്ഷിത്വത്തിലാണ്. ഗ്രൂപ്പിസ് ഉണ്ടാവും, പാർട്ടികൾ ഉണ്ടാവും, തമ്മിൽ തന്നെ ഉണ്ടാവും. സഹാബത്തിന്റെ മാർഗം വിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത്, അള്ളാഹുവിന്റെ കിതാബ്, ഇത് മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പിന്നെ കള്ള ഹദീസിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഫദായിലെ അമാലിനും പിന്നെ അമലുകളുടെ ശ്രേഷ്ഠത പറയാനും പല കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ പറയാത്ത ഹദീസുകൾ അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? സഹീഹായ ഹദീസുകൾ അത് ഉണ്ടാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖിയാമത്ത് നാൾ വരെ. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ഇമാം മുസ്ലിം സഹീഹിൽ ഒന്നാമതായി ഉദ്ധരിച്ച ഹദീസ് ഇതാണ്, ഒന്നാമത്തെ ഹദീസ്. സഹീഹ് ബുഖാരിയിൽ ഇന്നമൽ അഅ്മാലല്ലേ, സഹീഹ് മുസ്ലിമിൽ ഒന്നാമത്തെ, അതായത് മുഖദ്ദിമയിലാണ്, ആമുഖം പറയുന്ന കൂട്ടത്തിൽ. അങ്ങനെ അതിൽ കുറെ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം. അതും സഹീഹ് മുസ്ലിമിലെ ഹദീസുകളായി തന്നെയാണ് കൂട്ടാറുള്ളത്. അതിൽ ഒന്നാമത്തെ ഹദീസ് ഇതാണ്. ആരെങ്കിലും എന്റെ പേരിൽ ഒരു ഹദീസ് പറഞ്ഞു അത് കളവാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഫഹുവ അഹദുൽ കാദിബൈൻ, അവൻ രണ്ട് കള്ളന്മാരിൽ ഒരുവനാണ്. എത്ര സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട് മുൻഗാമികൾ. ഇബ്നു അബ്ബാസ്, ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരും. എന്നിട്ട് ഇങ്ങനെ കുറെ ഹദീസുകൾ പറയും. അപ്പൊ ഈ സഹാബി ശ്രദ്ധിക്കുകയില്ല. അത് പറയും, നിങ്ങൾ എന്താ ശ്രദ്ധിച്ച, അള്ളാന്റെ പേരുള്ള ഹദീസല്ലേ പറയുന്നത്. അപ്പോ ഈ സഹാബി പറയാണ്, ഒരു കാലമുണ്ടായിരുന്നു അന്ന് ഹദീസ് ഒരാൾ ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടാൽ ഞങ്ങൾ അവന്റെ അടുത്തേക്ക് ഞങ്ങളുടെ ദൃഷ്ടികളെ വളരെ വേഗത്തിൽ പായിക്കും. അതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ കാത് കൂർപ്പിച്ച് കേൾക്കും. പക്ഷേ ജനങ്ങൾ ഇന്ന് പലയിടത്തും കയറാൻ തുടങ്ങിയപ്പോൾ, കണ്ടതും കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതല്ലാതെ, സഹിഹാണെന്ന് മനസ്സിലായതല്ലാതെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് തീരുമാനിച്ചു. ആരാ പറയുന്നത്? സഹാബിമാർ ജീവിച്ചിരുന്ന കാലത്ത് പോലും ചില ആളുകൾ ഇങ്ങനെ ഇതിൽ കളി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല പിഴച്ച കക്ഷികളുണ്ടായിട്ടുണ്ടല്ലോ, അതിലൊരു അലസവനോ. അപ്പൊ സഹാബിമാർക്ക് സ്വീകരിച്ചതാണിത്. എന്തിനാ അവർ സനദ് നോക്കി അരിച്ച് സഹിഹായ ഹദീസ് ഉണ്ടാക്കി തോന്നിയാലും എടുത്താൽ പോരെ? പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എടുക്കാൻ പാടുള്ളൂ. എന്താ തെളിവ്? ഖുർആനിലായത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. സഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം ഈ ആയത്ത് കൊടുത്തിട്ടുണ്ട്. എന്തിനുള്ള തെളിവായിട്ട്? സനദ് നോക്കണം എന്നുള്ള തെളിവായിട്ട്. ഒരു ഫാസിഖ് എന്തെങ്കിലും വാർത്തയും കൊണ്ടുവന്നാൽ കാള വെട്ടൂന്ന് കേട്ടാൽ കാരെടുക്കരുത്. ഫതബയ്യനു, നന്നായി അന്വേഷിക്കണം. അതെന്തിനാണ്? ഹദീസിന്റെ സനദ് നോക്കാൻ വേണ്ടി പണ്ഡിതന്മാർ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പറഞ്ഞു, അൽ ഇസ്നാദു മിനദ്ദീൻ. സനദ് എന്ന് പറയുന്നത് എന്തിൽപ്പെട്ടതാണ്? ദീനിൽപ്പെട്ടതാണ്. പരമ്പര നോക്കണം. അത് പഠിച്ച ഉലമാക്കൾക്ക് മാത്രമേ അത് നോക്കാൻ പറ്റുള്ളൂ. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദ് ലഖാല മൻ ശാഅ മാ ശാ. ഈ സനദില്ലായിരുന്നുവെങ്കിൽ തോന്നിയവൻ തോന്നിയത് പറഞ്ഞേനെ ദീനിൽ. ആർക്കും ഇസ്ലാമിൽ അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താ? പിടിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടത് മാത്രം. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവും. വേറൊരു രക്ഷയില്ല. ഭിന്നിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കക്ഷികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നേ സ്വർഗത്തിൽ പോവുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിലിരുന്നോളാം വിചാരിച്ചിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ദീനാണ്, പരലോകത്തേക്കുള്ള കാര്യമാണ്. പഠിക്കുക തന്നെ വേണം, നന്നായി പഠിക്കണം. അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇൻഷാ അള്ളാഹ് നേരായ മാർഗത്തിൽ നമ്മൾ എത്തും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ദുനിയാവിലെ ഏതെങ്കിലും ഒരാറക്ക ശമ്പളമുള്ള ഒരു ജോലി ആണ്. ഇന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ഭാഷ പഠിക്കണം. ജർമ്മൻ ഭാഷയോ ഫ്രഞ്ച് ഭാഷയോ പഠിച്ചാലേ ആ ജോലി കിട്ടും. പക്ഷെ നല്ല എങ്ങനെ നമ്മൾ പഠിക്കൂലേ? എവിടെയെങ്കിലും പോയിട്ട് പരലോകത്തിൽ രക്ഷപ്പെടാനുള്ള കാര്യം ഇത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യം. പിന്നെ അവിടെ മരിക്കൂല. ഈ ദുനിയാവിൽ നമ്മൾ മരിക്കുള്ളൂ, അവിടുന്ന് മരിക്കൂല. യൗവനം നശിക്കൂല, വസ്ത്രങ്ങൾ തുരുമ്പി പോവുകയില്ല, സമാധാനം മാത്രം, ഒരു ടെൻഷനും ഇല്ല. കാലാകാലത്തേക്ക് ഉള്ള ജീവിതം.
ഖുലൂദ് ലാ മൗത്ത്, ഖുലൂദുൽ ലാ മൗത്ത്. നരകക്കാരൻ നരകത്തിലും സ്വർഗ്ഗക്കാരൻ സ്വർഗത്തിലും ആയാൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവന്ന് അർപ്പിച്ച് എന്ത് പറയും? ആദ്യം വിളിക്കും സ്വർഗ്ഗക്കാരെ. ഇപ്പൊ എല്ലാവരും എത്തി നോക്കും പേടിച്ചിട്ട്. സ്വർഗ്ഗക്കാരാണ് പേടിച്ചിട്ട് നോക്കുന്നത്. എന്തിനാ വിളിക്കുന്നത്? ഇവിടുന്ന് പുറത്താക്കാനായിട്ടാണോ എന്ന് പേടിച്ചിട്ട്. യാ അഹ്ലന്നാർ, നരകക്കാരൻ വിളിക്കുമ്പോൾ നരകക്കാർക്ക് പുറത്തേക്ക് നോക്കും പ്രതീക്ഷയോടെ സന്തോഷത്തോടെ. ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിരിക്കും വിളിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴാണ് ആടിനെ കൊണ്ടുവന്ന് അർപ്പിച്ച് പറയുന്നത്, മരണത്തെയാണ് ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരുന്നത്. യാ അഹ്ലന്നാർ ഖുലൂദുൽ ലാ മൗത്ത്, യാ അഹ്ലൽ ജന്ന ഖുലൂദുൽ ലാ മൗത്ത്. ഇനി ശാശ്വത ജീവിതമാണ്, ഇനി മരണമില്ല. അപ്പൊ നരകക്കാർക്ക് അവരുടെ സങ്കടത്തിന്റെ വ്യസനത്തിന്റെ മുകളിൽ വീണ്ടും സങ്കടവും വ്യസനവും വർദ്ധിക്കും. സ്വർഗക്കാർക്ക് അവരുടെ സന്തോഷത്തിന്റെ മുകളിൽ വീണ്ടും സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള ലോകത്തേക്ക് വേണ്ടി ആണ് ദീൻ പഠിക്കുക തന്നെ വേണം. ഈ രണ്ട് അടിസ്ഥാനം മറക്കരുത്. ഒരു അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നെന്താ? അൽ ഇഖ്ലാസ്. രണ്ടാമത്തെ എന്താ? അൽ ഇത്തിബാ. അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ആയിരിക്കണം. ഇസ്ലാമിന്റെ അടിസ്ഥാനം. ഇസ്ലാമും മറ്റുള്ള ദീൻ തമ്മിലുള്ള വ്യത്യാസം തന്നെ ഇതാണ്. എന്ത് വ്യത്യാസം? ഏത് മൊയിലാർക്ക് വന്നിട്ട് എന്ത് പുതിയതുണ്ടാക്കാം? അയാളെ പിന്നിൽ കുറെ ആളും ആർക്കും എത്ര ഇസ്ലാം ഉണ്ടാവും? ഇസ്ലാം ഒന്നല്ല, ഒരുപാട് ഇസ്ലാം ഉണ്ടാവും. പാടില്ല. അതതിന് മൂന്നാമത്തെ സിഫ, രക്ഷപ്പെടുന്ന, നഷ്ടത്തിലല്ലാത്ത, ഖുസ്റിൽ ഉൾപ്പെടാത്ത ഇൻസാനാവണമെങ്കിൽ മൂന്നാമത്തെ എന്താണ്? തവാസൗ ബിൽ ഹഖ്, ഐ സാറ ബഅ്ദുഹും യൂസി ബഅ്ദൻ ബിൽ ഹഖ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹഖ് ഉപദേശിച്ചു കൊടുക്കണം. വൽ ഹഖ്, ഹഖ് എന്ന് പറഞ്ഞാൽ ഹുവ ശറഅ, അതെന്താണ്? ദീൻ തന്നെയാണ് അതിന്റെ ഉദ്ദേശം. يعني كل واحد منهم يوصي الآخر إذا رآه مفرطا في واجب أوصاه وقال يا أخي قم بواجب. إذا رآه فاعلا لمحرم أوصاه قال يا أخي اجتنب الحرام. فهم لم يقتصروا على نفع أنفسهم بل نفعوا أنفسهم وغيرهم. ഒരാള് ഒരു വാജിബായത് ചെയ്യുന്നത് കാണുന്നില്ല, നിസ്കരിക്കുന്നില്ല, അവരോട് പറയാ അഖി നിസ്കരിക്ക്, വാജിബാണ്, ഇത് ചെയ്യണം എന്ന് പറയും. ഹറാമ് ചെയ്യുന്ന ഒരാളെ കണ്ടാൽ എന്ത് പറയും? യാഖി ഇത് ചെയ്യാൻ പാടില്ല. ഇത് പരസ്പരം ഉപദേശിക്കണം. ഇത് ഉപദേശിച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ ശിക്ഷ വരും എല്ലാവർക്കും എന്നാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹി ലതഅമുറന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ أو يوشكن الله أن يبعث عليكم عقابا من عنده ثم تدعونه فلا يستجيب لكم أو كما قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, തിന്മ വിലക്കുക തന്നെ വേണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങും. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടൂല. തിന്മ എങ്ങനെ തടയേണ്ടത്? കൈകൊണ്ട് തടയണം. ആദ്യം കൈകൊണ്ട് തടയാൻ സാധിക്കുകയില്ല എങ്കിൽ, അല്ലെങ്കിൽ കൈകൊണ്ട് തടഞ്ഞാൽ കൂടുതൽ ഫിത്നയാണ് ഉണ്ടാവുക, നന്മ ഉണ്ടാവില്ല, നേരെ വിപരീത ഫലം ഉണ്ടാവുന്നുണ്ടാൽ നാവുകൊണ്ട് പറയാം. നാവുകൊണ്ട് പറയാനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഖൽബ് കൊണ്ട് വെറുക്കുക. അതായത് അദഅഫുൽ ഈമാൻ, അതാണ് ഏറ്റവും ദുർബലമായ ഈമാൻ. വലൈസ വറാഅ ദാലിക മിസ്ഖാല ദർറത്തിൻ മിൻ ഈമാൻ. അതിനു ശേഷം മനസ്സുകൊണ്ടൊരു വെറുപ്പില്ലെങ്കിൽ പിന്നെ ഒരു തരി ഈമാൻ ഇല്ല എന്നാണ്. മനസ്സിലായില്ലേ? ഇത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്, കുടുംബത്തിൽ, അടുത്തുള്ള ആളുകളിൽ, പിന്നെ പുറത്തേക്ക്. ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിന് മടിക്കാനേ പാടില്ല. എന്താ സംഭവിക്കുക? എന്ത് സംഭവിക്കുക? കൊല്ലോ എന്തായാലും കൂടിപ്പോയത് കൊല്ലല്ലേ? ഷഹാദത്താണ് മുസ്ലിമിന്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഷഹാദത്ത് കിട്ടി, ഷഹീദായി അവൻ. പിന്നെ ആരെയാണ് പഠിക്കാനുള്ളത്? അള്ളാഹ്ക്ക്. അതും ഇഖ്ലാസ് വേണം, അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം. ആളുകളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ വേറൊരു ഉദ്ദേശം അതിൽ കടക്കാൻ പാടില്ല. നമ്മളിലേക്കല്ല നമ്മൾ ക്ഷണിക്കേണ്ടത്, പിന്നെ ആരിലേക്കാണ്? അള്ളാഹുലേക്ക്. നമ്മളിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരും. അള്ളാഹുലേക്ക് ക്ഷണിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. അള്ളാഹുലേക്കാണ് ക്ഷണിക്കേണ്ടത്. അപ്പോൾ വാജിബ് ചെയ്യുന്നില്ലെങ്കിലും ഉപദേശിക്കണം, ഹറാം ചെയ്യുന്നത് കണ്ടാലും ഉപദേശിക്കണം, പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായല്ലോ? അസിഫത്തു റാബിഅ വതവാസൗ ബിസ്സബ്ർ. സത്യം ഉപദേശിക്കുന്നതിന്റെ കൂടെ സബർ പറയാനുള്ള കാരണം തന്നെ എന്താണ്? ഉപദേശിച്ചാൽ പലതും സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ്
وانه عن المنكر واصبر على ما أصابك إن ذلك من عزم الأمور. മോനെ നീ നിസ്കാരം നിലനിർത്തണം, നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, അതിലുണ്ടാകുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്തു. നല്ല ദൃഢനിശ്ചയം വേണ്ട കാര്യങ്ങളാണത്. നമ്മൾ കുട്ടികളോട് എന്താ പറഞ്ഞു കൊടുക്കുക? മോനെ പലതും കാണും, അതൊന്നും നമ്മൾ നോക്കണ്ട, നമ്മളുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പൊതുവെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്. ഒന്നും ഇടപെടാതെ നമ്മളെ കാര്യം നോക്കി പോവുക, ആളുകൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് അല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, മറിച്ച് ഇടപെടാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്കാനാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതാണ് ഈ ഏറ്റവും നല്ല ഒരു കുട്ടിക്ക് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഉദാഹരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞെന്തിനാണ്? ഖുർആൻ അള്ളാഹു വെറുതെ കഥ പറഞ്ഞാണോ? അല്ല, നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞു കൊടുക്കണം, ആളുകളോട് ഉപദേശിക്കാൻ, ആളുകളോട് ഇടപെടാൻ, ആളുകളോടുള്ള പെരുമാറ്റം ലുഖ്മാൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ? വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർദി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നീ ജനങ്ങൾക്ക് നേരെ നിന്റെ മുഖം ഇങ്ങനെ കവിള് തിരിക്കരുത്, അഹങ്കാരത്തോട് തിരിച്ചു കളയരുത്, ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. അള്ളാഹു അഹങ്കാരിയായ പൊങ്ങച്ചക്കാരൻ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. മോനെ നീ നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കുക, ശബ്ദം താഴ്ത്തുക. തീർച്ചയായും ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. മകനോട് പറഞ്ഞു കൊടുത്തു. ആളുകളോട് പെരുമാറ്റം ഇടപാടും പറഞ്ഞു കൊടുക്കുക തന്നെയാണ്. അതിൽപ്പെട്ടതാണ് അവരോട് നന്മ ഉപദേശിക്കുക. മുസ്ലിങ്ങളോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് അവർക്ക് നന്മ ഉപദേശിച്ചു കൊടുക്കുക എന്നുള്ളത്. മുസ്ലിങ്ങളോട് നസീഹത്തുണ്ടല്ലോ, അദ്ദീനു അന്നസീഹ. ഖീല ലിമൻ യാ റസൂലല്ലാഹ് ലില്ലാഹി വലികിതാബിഹി വലിറസൂലിഹി വലിഅഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം. ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ നസീഹത്താണ്, ഗുണകാംക്ഷയാണ്, കൂറുപാലിക്കലാണ്. ആരോടാണ് നബിയെ? അള്ളാഹുവിനോട്, അള്ളാഹിന്റെ കിതാബിനോട്, റസൂലിനോട്, മുസ്ലിം ഭരണാധികാരികളോട്, മുസ്ലിം പൊതുജനങ്ങളോട്. അവരോടുള്ള നസീഹത്തിൽപ്പെട്ടതാണ് നന്മ ഉപദേശിക്കലും തിന്മ വിലക്കലും. അവരോട് ചെയ്യുന്ന ഉപകാരമാണ്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ സഹോദരനെ നീ സഹായിക്കുക, അവൻ അക്രമിയായിരിക്കുമ്പോഴും അവൻ ആക്രമിക്കപ്പെടുമ്പോഴും. സഹാബത്ത് ചോദിച്ചു, നബിയെ ആക്രമിക്കപ്പെടുമ്പോൾ സഹായിക്കുക, അതാ ശരി, അവൻ സഹായിക്കണം. അക്രമിയായിരിക്കും അങ്ങനെ സഹായിക്കുക. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു കൊടുത്തത്? അവൻ അക്രമത്തിൽ തടയുക. ഇത് പാടില്ല എന്ന് അവന് പറഞ്ഞു കൊടുക്കുക, അത് അവന് സഹായിക്കലാണ്. അത് അവന് ചിലപ്പോൾ ഇത് എന്നെ മോശാക്കലാണ് എന്ന് തോന്നിയാൽ യഥാർത്ഥത്തിൽ അവനെ സഹായിക്കലാണ്. നല്ല ആളുകൾ അത് ഉൾക്കൊള്ളും, മോശ ആളുകൾ പോട്ടെ, നമ്മൾ ബാധ്യത തീർന്നല്ലോ. നല്ല ആളുകൾ സ്വീകരിക്കും. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. നീ ഉത്ബോധനം നടത്തുക, ഉത്ബോധനം മുഅ്മിനുകൾക്ക് ഉപകാരപ്പെടും. യൂസി ബഅ്ദുഹും ബഅ്ദൻ ബിസ്സബ്ർ വസ്സബ്റു ഹബ്സുൻ നഫ്സി അമ്മാ ലാ യൻബഗി ഫിഅലഹു. സബ്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ർ എന്ന് പറഞ്ഞാൽ നഫ്സിനെ പിടിച്ചു വെക്കലാണ്. നഫ്സിനെ പിടിച്ചു വെക്കലാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ നിന്ന്. ഇത് പണ്ഡിതന്മാർ സബറിനെ 3 തരമായി തിരിച്ചിരിക്കുന്നു. എത്രയായി തിരിച്ചിരിക്കുന്നു? 3. ഒന്ന്, സബറുൻ അലാ താഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ക്ഷമിക്കുക. നിസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണം, സക്കാത്ത് കൊടുക്കണമെങ്കിൽ ക്ഷമ വേണം, ഇബാദത്തുകൾ ചെയ്യാൻ ക്ഷമ വേണം. 2, സബറുൻ അൻ മഹാരിമില്ല. രണ്ടാമത്തെ എന്താണ്? ഹറാമുകൾ ചെയ്യാതിരിക്കാൻ ക്ഷമ വേണം, നല്ല ക്ഷമ വേണം. ഹറാമ അതിലേക്ക് മനസ്സ് ആഗ്രഹിക്കും, മനസ്സ് പ്രേരിപ്പിക്കും, ശൈത്താൻ പ്രേരിപ്പിക്കും. അപ്പൊ എന്ത് വേണം? ക്ഷമിക്കണം. അതിന് സബർ വേണം. 3ാമത്തെ സബർ എന്താണ്? സബറുൻ അല അഖ്ദാരില്ല, അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുക. വിധിയായി നമുക്ക് വരുന്ന ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ആളുകൾ മരിച്ചു പോവുക, സമ്പത്ത് നശിക്കുക, രോഗം വരിക, ഇങ്ങനെ പലതും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള അള്ളാഹിന്റെ ഖദറിൽ ക്ഷമിക്കുക. ഇത് 3 പണ്ഡിതന്മാർ തിരിച്ചിരിക്കുന്നു. ഇപ്പൊ ശേഖ് എനിക്ക് ഉദാഹരണം പറയുന്നുണ്ട്, ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞു പോകാം. ഇപ്പൊ ചില ആളുകൾക്ക് നിസ്കരിക്കാൻ മടിയായിരിക്കും. ജമാഅത്തായി നിസ്കരിക്കാം, ഞാൻ വീട്ടിൽ നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞാൽ വാജിബാണ് പള്ളിയിൽ പോയി നിസ്കരിക്കണം. നാട്ടിലുണ്ടോ? രോഗങ്ങളൊന്നുമില്ലേ? ബാങ്ക് കേൾക്കുന്ന ദൂരത്തിൽ പള്ളിയുണ്ടോ? എന്നാൽ പുരുഷന് നിർബന്ധമാണ് ജമാഅത്തിന് പോകാൻ. എല്ലാ പുരുഷന്മാർക്കും നിർബന്ധമാണ്. ആരെങ്കിലും കുറച്ചു കൂട്ടി നിസ്കരിച്ചാൽ ബാക്കിയുള്ളവർക്ക് ശിക്ഷയിൽ ഒഴിവാകുകയില്ല. ഫർദ് ഐൻ തന്നെയാണ്. ഫർദ് കിഫായ അല്ല, ഫർദ് ഐൻ തന്നെയാണ്. ഫർദ് കിഫ എന്ന് പറയുന്നത് തെറ്റാണ്.
അപ്പോൾ അതുപോലെ ചില ആളുകൾക്ക് ജക്കാത്ത് കൊടുക്കാൻ മടിയുണ്ടാവും. ഷേഖ് പറയുന്നു പ്രത്യേകിച്ച് കുറേ ഉണ്ടെങ്കിൽ, ജക്കാത്ത് കൂട്ടി നോക്കുമ്പോൾ വലിയൊരു തുക വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു മടി, പിശുക്ക്. അപ്പോൾ എന്താണ് ഇത്? അള്ളാഹുവിന്റെ താഅത്ത് ചെയ്യാനുള്ള മടിയാണ്. അതുപോലെ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അള്ളാഹുവിനെ ഖുശൂ ഉള്ളവർക്കല്ലാതെ നിസ്കാരം വലിയ ഭാരമുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? ഈ ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ്. അവരെന്ത് വേണം? ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കണം. അതുപോലെ ചില ആളുകൾ, ഷേഖ് ഉദാഹരണം പറയുന്നു, ഹറാമായത് സ്വീകരിക്കും, ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിക്കും. ചില ആളുകൾ പലിശ തിന്നും, ആളുകളെ പറ്റിച്ചിട്ടും സാധനങ്ങളുടെ ന്യൂനതകൾ മറച്ചു വെച്ച് കച്ചവടം ചെയ്യുക, പൂഴ്ത്തി വെക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ. അവരോടും പറയണം, ഇസ്ബിർ യാ അഖി നഫ്സക ലാ തതഅമൽ അലാ വജ്ഹി മുഹറം. നീ ഇതിൽ നിന്റെ നഫ്സിനെ ക്ഷമ ആദ്യം പഠിപ്പിക്കണം. ഇങ്ങനത്തെ ഹറാം ഉപേക്ഷിക്കാനുള്ള ക്ഷമ വേണം. അതുപോലെ ചില ആളുകൾ, ഷേഖ് പറഞ്ഞു, വബഅദുൻ നാസ യുബ്തല ബിന്നളരി ഇല നിസാ. ചില ആളുകൾക്കുള്ള എന്താണ്? സ്ത്രീകൾ, അന്യ സ്ത്രീകളെ നോക്കുക എന്നുള്ളത്. അവരെ ഷേഖ് പറയുന്ന, അവരിങ്ങനെ അങ്ങാടിയിലൂടെ നടക്കുന്ന കാണാൻ ഏത് പെണ്ണതിലെ പോയാലും അവൻ്റെ കണ്ണ് അതിൻ്റെ പിന്നാലെ ഉണ്ടാവും. ഇതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്? അന്നളറു സഹ്മും മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് നോട്ടം എന്ന് പറയുന്നത്. നോട്ടം നമ്മുടെ മനസ്സിലൊരു തീപ്പൊരി ഉണ്ടാക്കും, അതൊരു ചിന്ത ഉണ്ടാക്കും, ആ ചിന്ത ഒരാഗ്രഹം ഉണ്ടാക്കും, ആഗ്രഹം പിന്നെ ഒരു ഇറാദത്ത് ഉണ്ടാക്കും, ഒരു ഉദ്ദേശം ഉണ്ടാക്കും, ആ ഉദ്ദേശം പിന്നെ ശക്തിയായി അവന് കടുത്ത തീരുമാനം തന്നെ എടുക്കും, പിന്നെ ശഹവത്തിൽ ഹറാം ചെയ്യും. അപ്പോൾ ആ തുടക്കം എന്താ? നോട്ടാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. നോട്ടം ഒരു തീപ്പൊരി ഉണ്ടാക്കും, അതൊരു ചിന്തയായി മാറും. അതിങ്ങനെ ചിന്തിച്ച് പിന്നെ ശഹവത്ത്, അത് ആഗ്രഹമാവും, അത് പിന്നെ തീരുമാനമാവും, പിന്നെ നടപ്പാവും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ക്ഷമ വേണം, വലിയ ക്ഷമ വേണം. അത് ഒരുപാട് പറയേണ്ട വിഷയം തന്നെയാണ്. ആ വിഷയം പറഞ്ഞു പഠിപ്പിക്കേണ്ട വിഷയം തന്നെയാണ്. അതുപോലെ ഈ ഖദറിൽ ക്ഷമിക്കണം. പ്രയാസങ്ങളുണ്ട്, രോഗങ്ങൾ വന്നാൽ അതിങ്ങനെ അതിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ആളെ അവരോട് പറഞ്ഞു കൊടുക്കണം. ഷേഖ് പറയുന്നു, ഈ ജസ ഇങ്ങനെ പൊറുതികേട് കാണിക്കുക എന്നുള്ളത് കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുപോലെ ദുഃഖത്തിൽ തന്നെ കഴിഞ്ഞുകൂടുക എന്നുള്ളത് കൊണ്ട് ദുഃഖം കുറയില്ല, മറിച്ച് അത് മറന്നു കളയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതുപോലെ നബിയുടെ മക്കളിൽ ഒരാളോട് പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ്. ഒരാൾ മരിച്ചപ്പോൾ പറഞ്ഞതാണ്, അള്ളാഹു എടുത്തത്, അള്ളാഹു തിരിച്ചെടുത്തത് അള്ളാഹിൻ്റെതാണ്. വലഹു മാ അഅത, തന്നതും ആരുതാണ്? അള്ളാഹുവിൻ്റെതാണ്. വകുല്ലു ഷൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മ. അള്ളാഹിൻ്റെ അടുത്ത് എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അതുകൊണ്ട് ഫമുർഹ, ആ പെണ്ണിനോട് കൽപ്പിക്കുക, മരണത്തിൽ സങ്കടപ്പെടുന്ന സ്ത്രീയോട് കൽപ്പിക്കുക, വൽ തസ്ബിർ വൽ തഹ്തസിബ്, അവൾ ക്ഷമിക്കട്ടെ, അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം പ്രതീക്ഷിക്കട്ടെ. ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് പൊറുതികേട് കാണിക്കുന്ന ആളുകളോട് എന്ത് വേണം? സബർ ഉപദേശിക്കുക. അതാണ് എന്ത് പറഞ്ഞത്? വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളിലും ക്ഷമിക്കാത്ത ആളുകളോട് ക്ഷമ ഉപദേശിച്ചു കൊടുക്കുക. അതുപോലെ ഇത് ഉപദേശിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ക്ഷമിക്കുക എന്നൊരു സൂചനയും കൂടി അതിലുണ്ട്. ഇനി ഒരു മസ്അല ഷേഖ് പറയുന്നതിൻ്റെ ഇടയിൽ, അല്ലാഹു തആല മുൽക്കഹു കൈഫ തഅതിബു അലാ റബ്ബിക. നമുക്ക് തന്നെ സമ്പത്തോ ആരോഗ്യമോ അല്ലെങ്കിൽ കുട്ടികളോ ആരെങ്കിലും മരിച്ചുപോയാൽ തന്നെ ഇതൊക്കെ അള്ളാഹിൻ്റെതാണ്. അള്ളാഹു അവൻ്റെ മുൽക്ക് തിരിച്ചെടുത്തതിന് എനിക്ക് എങ്ങനെ അള്ളാഹിനെ വെറുക്കാൻ സാധിക്കും? അവൻ്റെ ഒരു കാര്യം അള്ളാഹു എടുത്തതിന് അള്ളാഹിനെ നീ എങ്ങനെ വെറുക്കും? അള്ളാഹിൻ്റെതല്ലേ അള്ളാഹു എടുത്തിട്ടുള്ളൂ, നിൻ്റെതല്ലല്ലോ അള്ളാഹു എടുത്തത്, അള്ളാഹുവിൻ്റെതാണ്. പിന്നെ എനിക്ക് എങ്ങനെ അള്ളാഹിനെ വെറുക്കാൻ സാധിക്കും? മാത്രമല്ല ക്ഷമക്ക് വലിയ പ്രതിഫലം ഉണ്ടാവും. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾ പരലോകത്ത് വിചാരിക്കും, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പരലോകത്തിലുള്ള പ്രതിഫലം കണ്ടാൽ രോഗങ്ങൾ ഇല്ലാതിരുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ദുനിയാവിൽ ഞങ്ങളുടെ തൊലി കത്രിക കൊണ്ട് കീറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ പറഞ്ഞത് കീറാന്നല്ല, പിന്നെയോ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവർക്ക് കിട്ടുന്ന പ്രതിഫലം കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ക്ഷമിക്കുക. അതുപോലെ കുട്ടികൾ മരിച്ചാൽ, മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ, അള്ളാഹു എന്ത് പറയും? അവന് സ്വർഗത്തിൽ വീട് പണിയുക, ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഷേഖ് പറയുന്നു ഒരു മസാല, ഇതിൽ ഏത് സബറാണ് കൂടുതൽ പ്രയാസം? ഇബാദത്ത് ചെയ്യാനുള്ള സബറാണോ, ഹറാമുകൾ ചെയ്യാതിരിക്കാനുള്ള സബറാണോ, അതല്ല അള്ളാഹിന്റെ വിധികൾ വന്നാലുള്ള സബറാണോ?
ഇത് ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കുന്നതാണ് ഷെയ്ഖ് പറയുന്നത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അങ്ങനെ. ചിലർക്ക് ഇബാദത്ത് എളുപ്പമായിരിക്കും, എന്നാണ് ഹറാമ് ഒഴിവാക്കാൻ ഭയങ്കര അതിൽ ക്ഷമ ഉണ്ടാവില്ല. ചിലർക്ക് ഇത് രണ്ടും ശരിയാവും, എന്നാലോ അള്ളാഹിന്റെ എന്തെങ്കിലും രോഗങ്ങളോ എന്നാലും ആരെങ്കിലും മരിച്ചാലോ എന്തെങ്കിലും പറയാം, അതിൽ ക്ഷമിക്കാൻ കഴിയില്ല. ഇത് ഓരോരുത്തർക്ക് ഓരോ വിധത്തിലാണ്. അത് നമുക്ക് ആളുകളെ കണ്ടാൽ മനസ്സിലാവും. ദുനിയാവിന്റെ കാലത്ത് നല്ല ക്ഷമയുള്ള ആളുണ്ട്, നല്ല സ്വഭാവം, നല്ല, എന്നാൽ ഓരോ ഇബാദത്തിലൊന്നും ഒരു ശ്രദ്ധ ഉണ്ടാവില്ല, ഹറാമുകളൊക്കെ ചെയ്യും. നേരെ തിരിച്ച് കാണാം, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന, ഹറാമുകളും ചെയ്യാം. എന്നാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ ക്ഷമിക്കുക. ഇത് ഓരോരുത്തർക്കും ഓരോ നിലക്കാണ്. അള്ളാഹു നമുക്ക് സബർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ 4 ഗുണങ്ങൾ ശ്രദ്ധിക്കുക: ഈമാൻ, അമലു സാലിഹ്, സത്യം കൊണ്ടുള്ള പരസ്പര ഉപദേശം, ക്ഷമ കൊണ്ടുള്ള ഉപദേശം. ഇനി ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ഖൗല് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞ നിങ്ങൾ ഉസൂൽ സലാത്തിൽ കേട്ടിട്ടുണ്ടാവും. ലൗ മാ അൻസലല്ലാഹു അലാ ഇബാദിഹി ഹുജ്ജതൻ ഇല്ലാ ഹാദിഹി സൂറ ലകഫതുഹും ലൗ ലം യുനസ്സിലില്ലാ, അങ്ങനെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട്. അള്ളാഹു ഇറക്കിയില്ലായിരുന്നെങ്കിൽ അലാ ഇബാദിഹി, അവന്റെ അടിമകൾക്കെതിരിൽ ഹുജ്ജത്തായിക്കൊണ്ട്, നമുക്ക് പരലോകത്ത് ചെന്നാൽ ഈ സൂറത്ത് മാത്രമേ അള്ളാഹ് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളൂ എങ്കിൽ പോലും അത് മതിയാവും. കാരണം ഈ സൂറത്തിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ്. അത്രയും കാര്യങ്ങൾ ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മാത്രം അള്ളാഹ് ഇറക്കിയിട്ടുള്ളെങ്കിൽ പോലും പരലോകത്ത് നമുക്കെതിരായി ഇത് മതി എന്നാണ്, നമ്മളിത് പാലിച്ചിട്ടില്ലെങ്കിൽ. അത്രയും ആശയസമ്പുഷ്ടമായ സൂറത്താണിതെന്ന് ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നു. ഇത്രയാണ്, ഞാൻ വിശദീകരിച്ച് വായിച്ചിട്ടില്ല, അതിലുള്ള ആശയമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ പറയപ്പെട്ട നല്ല മുഅ്മിനുകളിൽ ഈ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഈമാനും അമലും സാലിഹും സബറും ഹഖിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖുമൊക്കെ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم بارك لنا في علمنا وفهمنا. ربنا زدنا علما نافعا وعملا متقبلا ورزقا طيبا. اللهم بارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.